ദൈനിക് പൂർവാഷ് ചാനലിൽ നിന്നും പ്രധാന വാർത്തകൾ. വാർത്തകൾ വായിക്കുന്നത് ശൃംഖല ബാഹിനി. മക്തുമിസാൻ പ്രദേശത്ത് നടക്കുന്ന നിയമവിരുദ്ധ പ്രവർത്തനങ്ങളെക്കുറിച്ച് അന്വേഷിക്കാൻ പോലീസ് മുൻകൈയെടുത്തിരിക്കുന്നു. സൈലൻസ് സൈലൻസ് പ്ലീസ് എവരിബഡി. കേക്ക് കെട്ടിയതിനു മുമ്പ് നമ്മുടെ അച്ഛൻ അദ്ദേഹത്തിന്റെ 30 വർഷത്തെ കുടുംബജീവിതത്തെ പറ്റി നമ്മളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. 19 വർഷങ്ങൾക്ക് മുമ്പ് പഴയ ധാക്കയിലുണ്ടായിരുന്ന സമയത്താണ് ഞങ്ങൾ കുടുംബജീവിതം ആരംഭിക്കുന്നത്. അല്ലാഹുവിന്റെ കൃപ കൊണ്ട് ഇപ്പോഴും ഒരു കുഴപ്പമില്ലാതെ മുന്നോട്ട് പോകും. ഇന്ന് ഞങ്ങളുടെ വിവാഹ വാർഷികമാണ്. സ്നേഹനിധിയായ എൻ്റെ ഭാര്യ പർവിൻ ഹൈദറിനെ കുറിച്ച് ഓർക്കുമ്പോൾ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഒരു കാര്യം ഉറപ്പാണ്, എൻ്റെ അവസാന കാലം വരെ എൻ്റെ ഭാര്യ പർവിൻ ഇങ്ങനെ തന്നെ ആയിരിക്കും. ആശംസകൾ അച്ഛാ. ക്വയറ്റ് പ്ലീസ്, ക്വയറ്റ് പ്ലീസ്. ദാ നോക്കമ്മേ, അമ്മേ അച്ഛനെ പറ്റി എന്തെങ്കിലും പറയണം. പല വർഷങ്ങൾക്ക് മുൻപ് എൻ്റെ ചില ബന്ധുക്കളൊക്കെ എന്നോട് പറയുമായിരുന്നു, ഞാൻ ഈ ജീവിതത്തിൽ വളരെ വലിയൊരു തെറ്റാണ് ചെയ്തത് എന്ന്. അവർ വിചാരിച്ചതുപോലെ ഞാനത് തുറന്നു പറയണമെന്ന്. പക്ഷെ ഞാൻ അങ്ങനെ ഒരു തെറ്റും ചെയ്തില്ല. അലാവുദ്ദീൻ, അദ്ദേഹത്തെപ്പറ്റി തെറ്റായിട്ട് പറയാൻ എന്താണുള്ളത്? എൻ്റെ മൂത്ത മകൻ ആസാദ്, പിന്നെ എൻ്റെ മകൾ പുഷ്പു, മരുമകൾ അലീജ, പിന്നെ എൻ്റെ കൊച്ചുമക്കൾ 2 പേർ. ഈ വീട്ടിലുള്ള എല്ലാവരും തന്നെ ഈ ലോകത്തിൽ ഏറ്റവും സന്തോഷമായി ജീവിക്കുന്നവരാണ്. ഞാനും വളരെ സന്തോഷവതിയാണ്. വേഗം വേഗം താങ്ക് യു. അമ്മയും കൂടെ പിടിച്ചു കെട്ടി. ആദ്യം ക്യാൻഡിൽ ഊതമ്മേ, ചേർന്ന് കെട്ടി. ഇതാദ്യം കഴിക്കൂ. ആ സാറേ ദാ. ഇതെന്താ സാറേ, ഇത് പുറത്തുനിന്ന് ഒരാൾ തന്നിട്ട് പോയതാ. ഇത് സാറിന്റെ കയ്യിൽ തരാൻ പറഞ്ഞു. ഇതാരായിച്ചേ? എന്താ ചേട്ടാ, ഇത് ഓപ്പൺ ചെയ്ത് നോക്കിയാലല്ലേ അറിയാൻ പറ്റൂ. ഇതില് പേരും ഇല്ല, അഡ്രസ്സും ഇല്ല. ഇത് തുറന്നു നോക്കുന്നത് ശരിയാവോ അച്ഛാ? ചേട്ടന്റെ ചോദ്യങ്ങൾ കുറച്ച് കൂടുന്നുണ്ട്. ഇങ്ങോട്ട് വാ. ഓപ്പൺ ചെയ്യുമ്പോളെ. എനിക്ക് വളരെ സങ്കടമുണ്ട് അലാദിൻ സാർ. നിങ്ങളുടെ വീട്ടിലൊരു ബോക്സ് ഡെലിവറി ആയിട്ടില്ലേ? അതിനെക്കുറിച്ച് ഞങ്ങൾക്ക് ഇതുവരെ യാതൊരു ഇൻഫർമേഷനും കിട്ടിയിട്ടില്ല സാർ. ഏതറ്റം വരെ പോകാൻ ഞാൻ തയ്യാറാണ് സാർ. എനിക്കറിയാം, എല്ലാ കാര്യങ്ങളും അറിയാം. പക്ഷേ ആ ബോക്സിനകത്തുണ്ടായിരുന്ന വെട്ടിയെടുത്ത തല ആരുടേതായിരുന്നു സാർ? എൻ്റെ ഇൻഫോർമർ മഫീജോദിന്റെ. മക്തൂറിനെ കുറിച്ചുള്ള ഇൻഫർമേഷനൊക്കെ അവനാ ഞങ്ങൾക്ക് കൈമാറിക്കൊണ്ടിരുന്നത്. അങ്ങനെയായിട്ടും അദ്ദേഹം എന്തുകൊണ്ടാണ് ഇതുവരെ പോലീസിന്റെ അടുത്ത് പരാതിപ്പെടാഞ്ഞേ? അവൻ പേടിച്ചു കാണും സാർ. ഒരുപക്ഷെ പോലീസിന് വന്നു കണ്ട് അവൻ എവിഡൻസ് തന്നിരുന്നെങ്കിൽ മക്തൂർ അവനെ എവിടെയുണ്ടെങ്കിലും തെരഞ്ഞു കണ്ടുപിടിച്ച് കൊലപ്പെടുത്തിയേനെ. അങ്ങനെയാണെങ്കിൽ അവൻ ഒരുപക്ഷെ പിടിക്കപ്പെട്ട മൊഫീജോദിന്റെ കഥ തീർക്കുമെന്നാണോ നിങ്ങൾ ഈ പറയാൻ വരുന്നത്? ഞാൻ പറയുന്നത് എന്താന്ന് വെച്ചാൽ നിങ്ങൾ കുറച്ച് കെയർഫുൾ ആയിരിക്കണം. ഞങ്ങളുടെ അഭിപ്രായം എന്താന്ന് വെച്ചാൽ നിങ്ങൾ പോലീസ് എസ്കോർട്ടുമായി വീട്ടിൽ ഭദ്രമായിരിക്കണം. അതില്ലാതെ പുറത്തിറങ്ങുന്നത് നിങ്ങൾക്ക് നല്ലതല്ല. നിങ്ങൾ പറഞ്ഞത് തന്നെയാ മക്തൂറും പ്രതീക്ഷിച്ചത് സാർ. അവൻ എന്താ വിചാരിച്ചതെന്ന് വെച്ചാൽ ഞങ്ങൾ അവനെതിരെ ഒരു വിരോധത്തിലും ഒരു റിപ്പോർട്ട് പോലും എഴുതാൻ പാടില്ലെന്ന് ആലോചിച്ചിരിക്കുന്നവൻ. അങ്ങനെയൊന്നും സംഭവിക്കാൻ ഞാൻ ഒരു കാരണവശാലും സമ്മതിക്കില്ല. ആരെയും പേടിച്ച് പിന്മാറാനൊന്നും എന്നെ കിട്ടില്ല. അതൊരിക്കലും നടക്കില്ല. പക്ഷേ ഒരു കാര്യം പറയാം സാർ, നിങ്ങൾ എങ്ങനെയൊക്കെ ട്രൈ ചെയ്താലും അത് വേസ്റ്റാണ്. ആദ്യം നിങ്ങൾ മൊഫിദിയുടെ ബോഡി കണ്ടുപിടിക്കാനുള്ള ഏർപ്പാടുകൾ ചെയ്യേ. അത് കണ്ടുപിടിച്ചിട്ട് മുക്താറിനെ കൊല്ലണം. ഞങ്ങൾ ഏത് സമയത്തും ആ മുക്താറിനെ പോലെയുള്ളവരുടെ നീക്കങ്ങൾ തടയുന്നതിനെ കുറിച്ച് മാത്രമാണ് ചിന്തിക്കുന്നത്. ഞങ്ങളെ ഭീഷണിപ്പെടുത്തിയാലും എതിർത്താലും ഞങ്ങൾ നിർത്താൻ പോകുന്നില്ല. വെറുതെ വെറുതെ ഒന്നുകളയാ. നീയൊക്കെ എന്താടാ വിചാരിച്ചേ? ഞാൻ വീക്കായെന്നാണോ?
നീ കേൾക്കുന്നില്ലടാ. ഇനിയൊന്നുകൂടെ തന്നാ നീ ജീവനോടെ ഉണ്ടാവില്ല. ഏയ് രജില, അവന്റെ ശവടക്കിനുള്ള ഏർപ്പാട് ചെയ്തു. ഇടയ്ക്കിടയ്ക്ക് കൊന്നു കളിക്കാനായിട്ട് ഇവൻ എന്താ പട്ടിയോ പൂച്ചയോ? മൊത്തത്തിൽ അങ്ങോട്ട് കൊന്നു കുഴിച്ചു മൂടിയാ പോരെ? ഇവൻ ഇനി ഒരിക്കലും എന്റെ ക്ഷമ അർഹിക്കുന്നില്ല. എല്ലാം നശിപ്പിച്ച് കുട്ടിച്ചോറാക്കിയില്ലേ അവൻ. ഇവനെ വെറുതെ വിടാൻ പാടില്ല. ഇവനെ കൊന്ന് ഇവന്റെ തലയറുത്ത് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടിടണം. അല്ല, ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ ഇത് തന്നെയല്ലേ ചെയ്തോണ്ടിരിക്കുന്നത്? ഓൾറെഡി നമ്മൾ ആ മഫീജിയുടെ തല വെട്ടിയല്ലേ വീട്ടിലോട്ട് അയച്ചു കൊടുത്തേക്കുന്ന ഗിഫ്റ്റ് ആയിട്ട്. അതെ, പോലീസ് എല്ലായിടത്തും റെയ്ഡ് ചെയ്തോണ്ടിരിക്കുക. ഓരോ സ്ഥലത്തെ ഷോറൂമും ഗോഡൌണും ഒക്കെ ക്ലോസ് ചെയ്തോണ്ടിരിക്കുക. നിന്റെ തലമുട്ട ഇപ്പൊ നല്ല ചൂടില. അതൊന്ന് തണുപ്പിച്ചിട്ട് ആലോചിച്ചു. തല എങ്ങനെയാടാ കൂൾ ചെയ്യുന്നേ? അവന്റെ പേര് അലാവുദ്ദീൻ എന്നാ. അവൻ എന്റെ ക്ഷമ മൊത്തം നശിപ്പിച്ചിരിക്കുകയാണ്. എന്റെ ജീവിതത്തിൽ ഇപ്പോ സമാധാനം കിട്ടുന്നേയില്ല. അവനെ വിടാൻ പാടില്ല. നോ 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 നോ. അവൻ ഒരിക്കലും സമാധാനത്തോടെ ജീവിക്കാൻ പാടില്ല. കഷ്ടപ്പാടുകൾ അവൻ ഒരുപാട് അനുഭവിക്കേണ്ടതുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ അലാവുദ്ദീന്റെ വീട്ടിലേക്ക് പോയി അവനെ കഴുത്ത് നരിച്ച് കൊന്നു കളയണം. യെസ്, അൻവർ പറയുന്നത് ശരിയാണ്. ആ അതെ. അംദൂർ ബോസ്, ഓപ്പറേഷൻ കംപ്ലീറ്റഡ്. എന്ന അടുത്ത ഓപ്പറേഷന് നീ തയ്യാറായിക്കോ. എനിക്ക് അലാവുദ്ദീന്റെ തല വേണം. ഒരിക്കലും മിസ്സാവരുത്. ശരി, നീ ക്യാമറ ഓൺ ആക്കിയോ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. നീ എന്തിനാ കൊടുങ്കാട്ടി കൊണ്ടോ നീ ക്യാമറ അല്ല ഇങ്ങനെ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. നിനക്ക് നിന്റെ മൊബൈൽ യൂട്യൂബിൽ തന്നെ ഡേറ്റ ചെക്ക് ചെയ്യാലോ. ശരി, എനിക്കിതാ മനസ്സിലാവാത്തത്. നീ ഡ്രസ്സ് ചേഞ്ച് ചെയ്യുന്നത് പോലെയല്ലേ ബോയ് ഫ്രണ്ടിനെ മാറ്റിക്കൊണ്ടിരിക്കുന്നത്? ഇങ്ങനെ ചേഞ്ച് ചെയ്യുന്നോണ്ട് നിനക്കെന്താ ലാഭം? നീ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നേ? അതൊന്നും നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവത്തില്ല. നീ ഇതുവരെ പ്രേമിച്ചിട്ടില്ലല്ലോ. പ്രേമിച്ചാലേ ഇതൊക്കെ മനസ്സിലാവത്തുള്ളൂ. ശരി, ഞാൻ പറയുന്നത് കേക്ക്. മസൂദ് ഇപ്പം വന്ന് എന്നെ പിക്ക് ചെയ്തോണ്ട് പോവും. ദാ നോക്ക്, 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ മുതലേ എനിക്ക് നിന്നെ അറിയാം. ഓരോ ക്ലാസ് മാറ്റുമ്പോഴും ഓരോ ബോയ് ഫ്രണ്ട് ആയിരിക്കും. അതിലെന്താ ഇത്ര സന്തോഷം നിനക്ക്? എന്തിനാ ഇങ്ങനെ ചേഞ്ച് ചെയ്തോണ്ടിരിക്കുന്നേ? ഇതിനു ശേഷം ഒരു ചേഞ്ചിങ് ഇല്ല. ഞാനും മസൂദും മേഡ് ഫോർ ഈച്ച് അതറാ. നിന്റെ ബാഗ് ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട്. നീ എന്താണെന്ന് വെച്ചാ ചെയ്യ്. ഞാൻ പോവാ. ഞാൻ എങ്ങനെ തനിയെ പോകുന്നേ? നീ ഒരു ബൈക്ക് ബുക്ക് ചെയ്ത് വാ. ബൈ ബൈ. എന്തിനു വേണ്ടിയാ ഇവളിവിടെ ക്യാമറ പിടിപ്പിച്ചിരിക്കുന്നേ? ഹലോ, ബോസ്, നിങ്ങൾക്ക് ഇവരെ അറിയാവോ? ഇല്ലില്ല, എനിക്കിവരെയൊന്നും അറിയില്ല. ഏ ഹീറോ, നിന്റെ റൈഡ് ക്യാൻസലായി. ഇനി ഇങ്ങോട്ടൊന്നും വന്നേക്കരുത്.
ജേർണിക്ക് നടുവിൽ റൈഡ് ക്യാൻസലായ അതിനുശേഷം ഞാൻ റെക്കോർഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പൊ നിന്നെയും നിന്റെ റെക്കോർഡ് ഒരുമിച്ച് കൊണ്ട് പൊട്ടിച്ച് കത്തിക്കേണ്ട അവസ്ഥയാവിടെ ടൈസൺ. എന്തു പറ്റി? കൂടെ വരാൻ പേടിയാണോ? ശരി, വന്നിരിക്കുന്നേ. ലൈറ്റ് ഓണായി. എന്താ ഇതൊക്കെ? ഛേ, എനിക്ക് അത്ഭുതം തോന്നാ. ആ പെണ്ണിനെ തീർക്കാൻ എന്റെ ആളുകൾ കുറെ പേര് കാട്ടിലേക്ക് പോയിരുന്നു. പക്ഷെ അവനെ പറ്റി ആരും പറഞ്ഞില്ലല്ലോ. അതിലുള്ള പയ്യനാരാ? അല്ല, അവനെ കാണുന്ന സമയത്ത് നല്ല വഴക്കിട്ട് ശീലമുള്ള ഒരു പയ്യനെ പോലെ ഉണ്ടല്ലോ. അതെയോ? ഒരുപക്ഷെ സൈദുളിന്റെ ആളാണെങ്കിലോ? കറക്റ്റ്. ഈ വന്നവരെ നമ്മുടെ ആൾക്കാരെ തല്ലാൻ യാതൊരു കാരണവുമില്ല. കഴിഞ്ഞ മാസവും സൈദുളിന്റെ ആൾക്കാരെയൊക്കെ പോലീസ് പിടിച്ചിരിക്കുകയാണ് 3 വട്ടം. സൈദുളും ഇപ്പൊ 2 വട്ടം ആ കുടുങ്ങിയിരിക്കുന്നത്. അവനല്ലാണ്ട് നമുക്ക് വേറെ ഒരു ശത്രുവും ഇല്ല. ഒന്ന് മിണ്ടാതിരിക്കോ? ആ പെണ്ണിനെ തീർക്കാൻ പറ്റില്ലെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. എനിക്ക് സൈദുളിനെ നന്നായി അറിയാം. അവൻ എന്ത് ചെയ്യുന്നു അറിയാം. പക്ഷെ ഇവനാള് പുതിയതാ. ഇതിനു മുൻപ് ഞാൻ ഇവനെ കണ്ടിട്ടേയില്ല. അവൻ ആരാ? എൻ്റെ പേര് വാഷിം ബരിഷന്തോ. മാർഷൽ ആർട്സ് ഇൻസ്ട്രക്ടറാണ്. കൊച്ചുകുട്ടികൾക്ക് വേണ്ടി മാർഷൽ ആർട്സ് സ്കൂൾ നടത്തുക. മോന്റെ അച്ഛനും അമ്മയും എവിടെയാ? അച്ഛൻ ഡിഫൻസിലുണ്ടായിരുന്നു. ഇതെല്ലാം അദ്ദേഹത്തിൻ്റെ അടുത്തുനിന്ന് ഞാൻ ട്രെയിനിങ് എടുത്തതാ. പക്ഷേ ഒരു 5 വർഷത്തിന് മുൻപ് അച്ഛൻ ഒരു കലാപത്തിൽ മരിച്ചുപോയി. അമ്മ സജൻപൂരിൽ മാത്സ് ടീച്ചറാ. അപ്പൊ കൂടപ്പറപ്പുകള്? ആരുമില്ല. എൻ്റെ അച്ഛനും അമ്മയ്ക്കും ഞാൻ ഒരേ മകനാ. സ്വന്തം ജീവൻ അപകടത്തിലാവുമെന്ന് അറിഞ്ഞിട്ടും ഞങ്ങളുടെ മോളെ രക്ഷിച്ചല്ലോ. സർ, കൊച്ചുകുട്ടികൾക്ക് ഞാൻ മാർഷൽ ആർട്സ് പഠിപ്പിച്ചു കൊടുക്കുക. അങ്ങനൊരു പ്രൊഫഷണൽ ഉള്ളപ്പോൾ ഒരു പെൺകുട്ടിക്ക് ഒരു ആപത്ത് വരുമ്പോൾ കണ്ടോണ്ടിരിക്കാൻ പറ്റുമോ സർ? അങ്ങനെ ചെയ്യുന്നത് തെറ്റല്ലേ? അതും ശരിയാണ്. നിങ്ങളോട് എങ്ങനെ നന്ദി പറയണമെന്ന് അറിയില്ല നവാബ്. നവാബ് അവിടെ ഉണ്ടായിരുന്നത് കൊണ്ട് നിങ്ങളുടെ അമ്മയെക്കുറിച്ച് അവർക്ക് നന്നായി മനസ്സിലായി കാണും. എൻ്റെ അമ്മയെക്കുറിച്ചോ? ആരാ അവര്? അവളൊരു മോശപ്പെട്ട സ്ത്രീയാണ്. നമ്മുടെ നാടിന്റെ എക്കണോമി തന്നെ അവളാ തകർത്ത. നമ്മളെ നശിപ്പിച്ചിട്ട് 1000 കോടി രൂപ അവൾ ഉണ്ടാക്കി വെച്ചേക്കുന്നത്. അത് മാത്രമല്ല, ഞങ്ങളുടെ കൂടെ ഇപ്പോൾ അവൾ കമ്പയർ ചെയ്യാണ്. ഞങ്ങളുടെ കുടുംബത്തിലുള്ള എല്ലാവരും അവൾക്ക് ശത്രുവായി. അവളെ പേടിച്ച് ഞങ്ങൾക്ക് പുറത്തിറങ്ങാൻ പറ്റുന്നില്ല. സർ, സാറ് തെറ്റിദ്ധരിച്ചില്ലെങ്കിൽ ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ? പിന്നെന്താ, ചോദിച്ചു. നിങ്ങളുടെ മകളെ ട്രെയിനിങ്ങിന് വേണ്ടി എൻ്റെ സ്കൂളിലേക്ക് അയക്കുകയാണെങ്കിൽ അത് സെൽഫ് പ്രൊട്ടക്റ്റ് ആയിരിക്കും. അതിനുശേഷം എന്ത് പ്രശ്നം വന്നാലും അവർ തന്നെ നോക്കിക്കോളും. ഇതൊരു നല്ല ആലോചന തന്നെയാ. അച്ഛൻ എന്ത് പറയുന്നു? തീർച്ചയായും. എന്താ മോള് പഠിക്കാൻ പോകുന്നു? ഞാൻ പോവാം. പക്ഷെ തനിയൊന്നും പോയില്ല. പോകുമ്പോ പുഷ്പുവിനെ കൂട്ടിക്കൊണ്ട് പോകും. നിങ്ങളുടെ അഡ്രസ് മാത്രം ഒന്ന് പറഞ്ഞാൽ മതി. താങ്ക് യു. നിങ്ങൾ എപ്പോ വേണേലും എനിക്ക് കോൾ ചെയ്യാം. കോളിന്റെ ഒന്നും ആവശ്യമില്ല. നാളെ ഉച്ചയ്ക്ക് ഞങ്ങൾ വന്നേക്കാം. വരുമ്പോ മക്കളെ കൂട്ടിക്കൊണ്ടുവരാം. ഞാൻ പോവാം.
നിങ്ങൾ എല്ലാവരും ഇപ്പോൾ മിഡിൽ സിംഗിൾ പഞ്ച് ചെയ്യണം. പൊസിഷൻ സിംഗിൾ പഞ്ച് മിഡിൽ. H B son she go 5 hey കുറച്ച് ബേബി 7 8 Okay. 9 അങ്ങനെ 10 11 ശ്രദ്ധിച്ച് 12 ശ്രദ്ധിച്ച് 13 അങ്ങനെ 14 15 16 17 18 19 20 21 ഇങ്ങനെ മടക്കി 22 അതിനുശേഷം ഇങ്ങനെ ചെയ്യണം. മനസ്സിലായോ? കുറച്ചൊന്ന് ബെൻഡ് ചെയ്തേ, കുറച്ചുകൂടി. അങ്ങനെ ഇപ്പോൾ സിംഗിൾ ബ്ലോക്ക് പഞ്ച്. H B son she go look she's hers go Joe hit me son hit me son. നല്ല സ്ട്രോങ് ആയിട്ട് Go. റൈറ്റ് Look. പിന്നെ ഡെഫ്. Sheesh. മനസ്സിലായോ? ഓക്കെ. പൊസിഷൻ ഹിറ്റ് ഷീസ് ഗോ ബ്ലോക്ക് ഷീസ് ഹേഴ്സ് ജോ. നിങ്ങൾ കണ്ടിന്യൂ ചെയ്തു. She's hers go me നിങ്ങൾക്ക് എന്ത് പറ്റി? son she ഒന്നുമില്ല ഒന്നുമില്ല, Go. ശരിയാകും. ഓക്കെ. look ഓക്കെ. his hers Joe Joe H B son she go look H me son she Joe look she's hers Joe hit me son she go ഇതാ ഇങ്ങനെ look she's hers go Joe hit me son she go look she's hers go 1 2 3 4 5 6 7 8 9 10 and close. നിങ്ങളുടെ ആദ്യത്തെ ദിവസത്തെ ക്ലാസ് ഇതോടെ തീർന്നു. നമ്മൾ അടുത്തതായിട്ട് കിക്ക് ബോക്സിംഗ് പ്രാക്ടീസ് ആണ് ചെയ്യാൻ പോകുന്നത്. ഫോളോ മീ. നിലോയ്, ബാക്കിയുള്ളവരൊക്കെ ഒന്ന് മാറിയെന്നേ. നീ മാത്രം മുമ്പിലേക്ക് വാ. എല്ലാവരും ഇവൻ ചെയ്യുന്നത് ശ്രദ്ധിച്ച് കാണണം. നെക്സ്റ്റ് നിങ്ങൾ വരൂ. പ്രാക്ടീസ് ചെയ്തോണ്ടിരിക്കുക, ഞാനിപ്പോൾ വരാം. ഹലോ, നിങ്ങളുടെ പേര് ശാന്ത എന്നല്ലേ? ജാക്ക്, അമ്മായിയപ്പന്റെ കുടുംബത്തെ സംരക്ഷിക്കുന്നതിനുള്ള തത്രപ്പാടിലാണല്ലേ? ശരി, അതുകൊണ്ട് നിങ്ങൾക്ക് എന്താ? അവർക്കാർക്കും നിന്നെ അറിയില്ല, പക്ഷെ നീ അവരെ കുറിച്ച് അറിയാൻ ആഗ്രഹിക്കുന്നു അല്ലേ? ഇപ്പൊ നിങ്ങൾക്ക് എന്താ വേണ്ടത്? പുഷ്പു, ആ ജേർണലിസ്റ്റ് അലാവുദ്ദീന്റെ മകള് പുഷ്പു അവിടെയല്ലേ ഉള്ളത്? അതെ. പിന്നെ അവൻ ഭയദേവ് ബാവയെ ഹെൽപ്പ് ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. അതുകൊണ്ട് പുഷ്പുവിനെ എന്നെ ഏൽപ്പിക്കുന്നതാ നല്ലത്. നിനക്ക് എത്ര പണമാ വേണ്ടെന്ന് പറഞ്ഞു, അത് ഞാൻ തന്നേക്കാം. മിസ്റ്റർ, നിങ്ങളുടെ പേരെന്താണെന്നാ പറഞ്ഞേ? മിസാർ, മക്തു മിസാർ. മക്തു മിസാർ. മിസ്റ്റർ മിസാർ, പുഷ്പുവിനെ വിൽക്കാനല്ല സർ. നോ, ലിസൺ ലിസൺ ലിസൺ. നീയും പുഷ്പവും തമ്മിൽ ഒരു കണക്ഷനുമില്ല. ഞാൻ അറിഞ്ഞിടത്തോളം നിനക്ക് അവളെ പറ്റി ഒന്നും അറിയില്ല. പിന്നെ അവളെ എന്റെ അടുത്ത് ഏൽപ്പിക്കുന്നതുകൊണ്ട് നിനക്കെന്താ പ്രശ്നമുള്ളത്? താങ്കളുടെ ചെവിയിൽ എന്തോ പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു സർ. അത് മാത്രമല്ല, എന്നെ ഭീഷണിപ്പെടുത്തി ഒരു കാര്യവും ചെയ്യാനും പറ്റില്ല. സോ ഗുഡ് ബൈ. സ്മാർട്ട്, വെരി സ്മാർട്ട്. ശരി, നീ മാറ്. സ്റ്റാർട്ട് ചെയ്യ്. വീട്ടിൽ പോയി പ്രാക്ടീസ് ചെയ്യാൻ എന്തെങ്കിലും വേണോ? നിങ്ങളുടെ ഫേസ്ബുക്ക് ID. ഫേസ്ബുക്ക് ID? അങ്ങനെയാണെങ്കിൽ എൻ്റെ നമ്പർ തന്നെ തരേണ്ടി വരും. അതെന്താ?
നമ്പർ തന്നില്ലെങ്കിൽ ഫേസ്ബുക്ക് ഐ ഡി എങ്ങനെ വാട്സപ്പിൽ തരാൻ പറ്റുന്നത്? ഓ നിങ്ങളുടെ ഫോണൊന്ന് തന്നെ. താങ്ക് യു. ഇപ്പൊ ഐ ഡി ലിങ്ക് ഞാൻ അയക്കാം. ഓക്കെ. പ്രാക്ടീസ് കഴിഞ്ഞില്ലേ? കഴിഞ്ഞു. എന്നാ പോട്ടെ. ബൈ. ബൈ. പുഷ്പു, കിച്ചണിൽ നിന്ന് പ്ലേറ്റ്സ് എടുത്തിട്ട് വന്ന് ഞങ്ങളുടെ കൂടെ ഇരുന്ന് ആഹാരം കഴിക്കുക. അപ്പൊ ശരി, ഞാൻ നിന്നെ പിന്നെ വിളിക്കാം കേട്ടോ. ഓക്കെ, വെക്കട്ടെ. എന്താമേ? നീ കിച്ചണിൽ പോയിട്ട് പ്ലേറ്റ്സ് എടുത്തിട്ട് വാ. ആ, എടുത്തോണ്ട് വരാം. മോളെ, പുഷ്പു നീയും കൂടി ട്രെയിനിങ്ങിന് പോയില്ലേ? അതെങ്ങനെ ഉണ്ടായിരുന്നു? വളരെ നന്നായിരുന്നു മുത്തശ്ശി. മാസ്റ്റർ എല്ലാം പഠിപ്പിച്ചു തന്നു. എടാ ഇറക്കാ, നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേടാ മൂത്തോര് സംസാരിക്കുമ്പോ ഇടയ്ക്ക് കയറി സംസാരിക്കാൻ വരരുതെന്ന്. ആ ഫോൺ തന്നെ. ഇല്ല ഇല്ല, ഞാൻ തരത്തില്ല. ഇത് ഞാൻ കണ്ടോണ്ടിരുന്ന ഫോണാ. എന്നാ ഏട്ടത്തി, നീ എന്താ ഇങ്ങനെയൊക്കെ ചെയ്യുന്നേ? അമ്മ എന്തിനാ അവനെ വഴക്ക് പറയുന്നത്? അമ്മയ്ക്ക് വിശ്വാസം അല്ലെങ്കിൽ ദാ ഇത് നോക്കിയോ. ദാ അമ്മ തന്നെ നോക്ക്. കാണിച്ചേ. ഇന്ന് ക്ലാസ് സമയത്ത് അവിടുത്തെ വീഡിയോ എല്ലാം ഞാൻ എടുത്തു മുത്തശ്ശി. അത് തെറ്റല്ലല്ലോ. ഏയ്, വളരെ നല്ല കാര്യമാ. നിങ്ങളിത് എന്താ പറയുന്നേ? മോളെ ഇത്രയ്ക്ക് അങ്ങ് കൊഞ്ചിച്ചാലുണ്ടല്ലോ, പിന്നെ ഒന്നും ശരിയായിന്ന് വരില്ല. അങ്ങനെയൊന്നും സംഭവിക്കില്ല. ഓൾറെഡി സാന്താ മാസ്റ്ററോട് ഞാൻ എല്ലാം പറഞ്ഞു കഴിഞ്ഞു. എന്ത്? നിങ്ങൾ ഈ കാര്യത്തിൽ ഇത്രയും മുന്നോട്ട് പോയി കഴിഞ്ഞു? അപ്പോ അതെ. ഇത് പുഷ്പുവിനറിയാമോ? അമ്മേ, പുഷ്പിനോട് ഇപ്പൊ ഈ കാര്യമൊന്നും പറയണ്ട. ഇതാ അവൾ കൊടുക്ക്. വാങ്ങിച്ചോ പോളെ. എന്താ കാര്യം? പാതിരാത്രിക്ക് എന്തിനാ വിളിക്കുന്നേ? എനിക്ക് ഇപ്പൊ തന്നെ നിന്നെ കാണണമെന്ന് തോന്നി. ഈ പാതിരാത്രിക്ക് എന്നെ കാണണമെന്ന് വിചാരിച്ച എന്ത് ചെയ്യാനാ? ക്യാമറ ഓൺ ചെയ്. ഇല്ലില്ല, ഇവിടെ ലൈറ്റ് ഒന്നും ഇട്ടിട്ടില്ല. ശരി, ലൈറ്റ് ഓൺ ചെയ്യുന്നതിൽ നിനക്ക് എന്താ പ്രശ്നം? പ്രശ്നം തന്നെയാ. അപ്പുറത്തെ മുറിയിൽ അച്ഛനും അമ്മയും ഉറങ്ങുക. പക്ഷെ എനിക്കിപ്പോ നിന്നെ കാണണമെന്നൊരു അതിയായ മോഹോ. എന്താ, എന്നെ ലവ് ചെയ്യുന്നുണ്ടോ? അതറിയില്ല. പക്ഷെ ഇന്ന് നിന്റെ മുഖം കണ്ടില്ലെങ്കിൽ ഇന്ന് രാത്രി ഞാൻ ഉറങ്ങത്തില്ലെന്നുള്ളത് ഉറപ്പാ. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രി നമുക്ക് രണ്ടുപേർക്കും കൂടി സ്പെൻഡ് ചെയ്യാം. ബൈ. അങ്ങനൊന്നും ചെയ്യരുത്. ഹലോ ഹലോ. ശാന്തു, ഞാൻ പറയുന്നൊന്ന് മനസ്സിലാക്ക്. നീ പാതിരാത്രിക്ക് ഫോൺ ചെയ്യുന്ന കാര്യം അച്ഛനും അമ്മയും അങ്ങനെ അറിഞ്ഞാലുണ്ടല്ലോ. ഇല്ല, അതെനിക്ക് ആവശ്യമില്ലാത്ത കാര്യമാണ്. പക്ഷെ എനിക്കിപ്പോ തന്നെ നിന്നെ കാണണം. അതൊക്കെ ശരിയാ. എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു പാട്ട് നിനക്ക് അയച്ചു തരാം, അത് നീ കാണും. ഏയ്, ഫോൺ വെക്കല്ലേ ദേവി. ഇത് ഫോണൊന്നും കട്ട് ചെയ്യല്ലേ. എന്താ, ഞാനെന്താ നിന്റെ ഭാര്യയാണോ? ബൈ.
ഹലോ 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 വിളിച്ചാ നീ കട്ട് ചെയ്യാണോ? നോക്കിക്കോ, വീണ്ടും ഞാൻ ചെയ്യാൻ പോവാ. ഹലോ, ഗുഡ് മോർണിംഗ്. ഗുഡ് ഇപ്പൊ ഞാൻ നിന്റെ വീടിന്റെ മുന്നിലുണ്ട്. ദാ ഇവിടെ തന്നെ. നീ എന്താ ചുമ്മാ കളിക്കുവാണോ? ദിവസം വന്നില്ലേ, പുറത്തു വന്ന് നോക്ക്. ശരിക്കും? വാ. എന്താ ഇതിന്റെ അർത്ഥം? ഇന്നലെ രാത്രിയിലെ ഞാൻ പറഞ്ഞില്ലേ നിന്നെ കാണാതെ എനിക്ക് ഉറക്കം വരില്ലെന്ന്. അതാ പുറപ്പെട്ടെങ്കിൽ പോകുന്നത്. അതിനെന്തിനാ ഈ വെളുപ്പംകാലത്ത് ഇവിടെ എത്തിയത്? അയ്യോ, ആരെങ്കിലും കാണും. ഒന്ന് വിടുന്നുണ്ടോ? നിനക്ക് വേണ്ടി കാത്തിരിക്കാൻ 24 മണിക്കൂർ ഞാൻ തയ്യാറാ. എന്റെ ഓരോ മിനിറ്റും ഓരോ സെക്കൻഡും നിനക്ക് വേണ്ടിയാ. കൊള്ളാലോ. അത്രയ്ക്ക് പ്രേമാണോ? ഇതിനു മുമ്പും ഇതുപോലെ ലവ് ചെയ്തിട്ടുണ്ടോ? നിന്നെ കാണുന്നത് വരെ ഈ ലവ്, അഫെക്ഷൻ ഒന്നും ഞാൻ ഫീൽ ചെയ്തിട്ടില്ല. പക്ഷെ ഇപ്പോ അതിന്റെ ആഴം എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലായി. എന്താ മാഡത്തിന് അങ്ങനെയൊന്നും തോന്നില്ലേ? വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അയാൾ വന്ന ഉടനെ ചോദിച്ചു മനസ്സിലാകുന്ന തയ്യാറായിക്കോളൂ. ഞാൻ റെഡിയാ. സാറേ, ഒരു ചോദ്യം. മിസ്റ്റർ മിസാം സാർ, കുറ്റത്തിനെ കുറിച്ച് നിങ്ങൾക്ക് എന്താ പറയുക? ഓരോരുത്തരായി ചോദിക്കൂ, ഓരോരുത്തരായി നിങ്ങൾ ചോദിച്ചോളൂ. മിസ്റ്റർ മിസാം സാർ, ഒരു റിപ്പോർട്ടർ അതിക്രൂരമായി കൊല്ലപ്പെട്ടു. അതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? മിസ്റ്റർ മിഷാൻ, ഒരു പോലീസ് എന്താ ചോദിക്കുന്നതെന്ന് വെച്ചാൽ 1 മാസത്തിന് മുമ്പ് ഈ റിപ്പോർട്ടർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. അതിന് നിങ്ങൾക്ക് വല്ല സംബന്ധം ഉണ്ടോന്ന്? ആഹാ, അതിന് ഞങ്ങൾ സ്റ്റെപ്പ് എടുത്തിട്ടുണ്ട്, കേസ് ഫയൽ ചെയ്തിട്ടുണ്ട് അല്ലേ? അതിന്റെ റിസൾട്ട് വന്നാലേ സത്യം എന്താണെന്ന് അറിയാൻ പറ്റൂ. അതുവരെ എനിക്കൊന്നും പറയാൻ കഴിയില്ലല്ലോ. ശരി മിസ്റ്റർ മിഷാൻ, പൂർബാഭാഷ് ന്യൂസ് പേപ്പറിൽ എന്താ എഴുതിയിരിക്കുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ MP ആയിട്ടുള്ള കാലത്തിൽ തന്നെ 1000 കോടി രൂപ ഉണ്ടാക്കിയിട്ടുണ്ടെന്നാണല്ലോ പറയുന്നത്. ഇതിനെക്കുറിച്ച് എന്താ പറയാനുള്ളത്? നിങ്ങൾ മണി ലോണ്ടറിംഗ് ചെയ്യുന്നതിന്റെ പേരിൽ ദുദോക്ക് നിങ്ങളുടെ പേരിൽ ആക്ഷൻ എടുത്തു കേട്ടോ. നോക്കൂ, എനിക്കെതിരെ ന്യൂസ് എഴുതിയ ന്യൂസ് പേപ്പർ ഡൈനിക് ഗോർബോഷിനെതിരെയും ഞാൻ കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്. ശരി, എനിക്ക് ലേറ്റ് ആവുന്നു. 1 മിനിറ്റ്. നല്ല ഡീലാണ്. പക്ഷേ ആ തിണ്ടി കാരണം എന്റെ മൊത്തം ക്ഷമയും ഇപ്പോൾ ഇല്ലാതായിരിക്കുകയാണ്. ഒരുപക്ഷെ നമ്മുടെ കയ്യിൽ പവർ ഉണ്ടായിരുന്നെങ്കിൽ ആ ഡയനിക് കമ്പനി ഞാൻ എന്നോ സ്വന്തമാക്കിയിരുന്നനെ. മനസ്സിലാവുന്നുണ്ടോ? ഓക്കേ. വേഗം വാ, ഒന്ന് വേഗം നടക്കടാ. നിങ്ങളാരാ? ഞാൻ അക്രം ഖാനാ. പറയൂ, എന്ത് കാര്യത്തിനാ എന്നെ കാണാൻ വന്നിരിക്കുന്നേ? മക്തൂം മിസാൻ സാറ് നിങ്ങൾക്കൊരു സമ്മാനം തരാൻ പറഞ്ഞിരുന്നു.
എനിക്ക് അദ്ദേഹത്തിന്റെ സഹായം ഒന്നും ആവശ്യമില്ല. നിനക്കൊരു പക്ഷെ അദ്ദേഹത്തെ ആവശ്യം ഉണ്ടാവില്ല, പക്ഷെ അദ്ദേഹത്തിന് നിന്നെ ആവശ്യമുണ്ട്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഒരു കാര്യം ചെയ്യ്. അദ്ദേഹത്തിന്റെ പേരെന്താ? മക്തും നിസാം. അദ്ദേഹത്തിനോട് എന്നെ വന്ന് കാണാൻ പറ. ഹൗ ഡെയർ യു? മക്തുമിസാൻ സാർ എത്ര വലിയ ആളാന്ന് നിനക്കറിയോ? അദ്ദേഹം നിന്നെ വന്ന് കാണണോ? അദ്ദേഹത്തിന് ഞാൻ ആവശ്യമുണ്ടെങ്കിൽ അദ്ദേഹം എന്നെ വന്ന് കാണണം. സോ ബൈ. അതെ മോനൊന്ന് ഇങ്ങോട്ട് നോക്കിക്കേ, പറയണത് മനസ്സിലാവുന്നില്ലേ? വാവ് വാവ് വാവ്. യങ് മാൻ, ഞങ്ങളുടെ ഫസ്റ്റ് ടെസ്റ്റില് നീ പാസ്സായിരിക്കുന്നു. പക്ഷെ നിങ്ങൾ പാസ്സായില്ലല്ലോ. മിസാൻ, മക്തുമിസാൻ. താങ്കളുടെ വോയിസ് എനിക്ക് നന്നായിട്ട് അറിയാം. നിന്നെ കണ്ടതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ബട്ട് ട്രസ്റ്റ് മീ, എനിക്ക് നിങ്ങളെ തീരെ ഇഷ്ടമായില്ല. തന്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി പെൺകുട്ടികളെ ഉപയോഗിക്കുന്ന നിങ്ങളെപ്പോലുള്ളൊരു വ്യക്തിയെ എനിക്ക് ഒരിക്കലും ഇഷ്ടപ്പെടാൻ സാധിക്കില്ല. കാരണം ഞാൻ അങ്ങനെ ഒരു വ്യക്തിയല്ല. ഇത് തന്നെയാണ് നിന്റെ ഫസ്റ്റ് ടെസ്റ്റ്. ടെസ്റ്റോ? യെസ്, ടെസ്റ്റ്. ഫൈനലിലേക്ക് കടക്കുമ്പോ സെമി ഫൈനലിൽ ഒരു ടെസ്റ്റ് ഇല്ലേ, അതേപോലെ ഈ ടെസ്റ്റും. എന്റെ ആളുകളുണ്ടല്ലോ, നിന്റെ ഗേൾഫ്രണ്ടിനെ എനിക്ക് വേണ്ടി കിഡ്നാപ്പ് ചെയ്യാൻ പോവാ. എന്തിന്? എനിക്കിപ്പോ എന്താ വേണ്ടെന്ന് വെച്ചാ, നീ എന്റെ സെക്യൂരിറ്റി ഇൻചാർജായി വേണം. അതിനെത്രയാ വേണ്ടെന്ന് വെച്ചാ ചോദിച്ചോ, അത് ഞാൻ തരാം. സോറി, ഞാൻ വാടക മിഷനൊന്നുമല്ല. എന്റെ വരുമാനത്തിൽ ഞാൻ സന്തോഷവാൻ തന്നെയാ. ഇവിടെ നോക്ക് ദുർമിയ, ഇത് നീ അക്സെപ്റ്റ് ചെയ്തോ? കാരണം നിനക്കും കുറെ ചെലവുകളില്ലേ. സമ്മതിച്ച ജീവിതകാലം മുഴുവൻ പണിക്ക് പോവാതെ ജീവിക്കാം. നിനക്ക് കാർ പോലും വേണമെങ്കിൽ തരാം, മനസ്സിലായോ? വേണമെങ്കിൽ ഒരു ഫ്ലാറ്റും കൂടെ തന്നേക്കാം. ഓക്കെ, നീ ഒന്ന് സമ്മതിച്ചാ മാത്രം മതി. സോറി, അതൊന്നും ഞാൻ ചെയ്യാറില്ല. അതെ, അതെല്ലാം നീ അങ്ങ് പഠിച്ചോളും മോനെ, അല്ലെങ്കിലേ നിനക്കിത് സമ്മതമാണെങ്കിൽ ഇതുപോലത്തെ 10 സ്കൂൾ നിനക്ക് നടത്താൻ പറ്റും. താ നോക്കൂ മിസ്റ്റർ നിസാം, എനിക്ക് അത്രയ്ക്ക് ശക്തിയൊന്നുമില്ല. അതുകൊണ്ടല്ലേ നിങ്ങൾ നേരിട്ട് വന്ന് എനിക്ക് വ്യക്തമായിട്ട് പറഞ്ഞു തരുന്നത്. ബട്ട് എന്നോട് ക്ഷമിക്കണം, നിങ്ങളുടെ കൂടെ ജോലി ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല. അങ്ങനെയാണെങ്കിൽ ശരി, നിനക്ക് താല്പര്യമില്ല എങ്കിൽ വേണ്ട. പക്ഷേ അലാവുദ്ദീന്റെ മകളെ പറ്റി നോക്കൂ, ഈ സ്കൂൾ എന്റേതാണ്. നിങ്ങളിപ്പോൾ എൻ്റെ ഒരു അതിഥി. തെറ്റായ കാര്യം എന്തെങ്കിലും ചെയ്താ നിങ്ങളോട് ഞാൻ ക്ഷമിക്കില്ല. പക്ഷെ നെക്സ്റ്റ് ടൈം അലാവുദ്ദീന്റെ മകൾ നിങ്ങളെപ്പറ്റി എന്തെങ്കിലും തെറ്റായിട്ട് പറഞ്ഞെന്നുവേ, നിങ്ങൾ ഗസ്റ്റ് എന്നുള്ള കാര്യം ഞാനങ്ങ് മറക്കും. കൂൾ ഡൗൺ, കൂൾ ഡൗൺ ഗായ്സ്, റിലാക്സ്. നിങ്ങളുടെ സമയവും വരൂന്നേ. ഞാൻ ഒരുത്തന്റെ ശരീരത്തിൽ കൈവെക്കാൻ തുടങ്ങിയ അവന്റെ സ്റ്റാറ്റസ് ഒന്നും ഞാൻ നോക്കില്ല. അവനെ എങ്ങനെ ജയിക്കാവുന്നതിനെ കുറിച്ച് മാത്രമേ ഞാൻ ആലോചിക്കൂ. പ്ലീസ്. എന്തായാലും തൽക്കാലത്തേക്ക് നമ്മൾ കളി ജയിച്ചിരിക്കുക. ഇപ്പൊ എന്താ നിങ്ങൾ ഈ പറഞ്ഞു വരുന്നേ? നമ്മുടെ മണി ലോണ്ടറിങ് കേസ് അന്വേഷിക്കുന്ന ഒരു ഓഫീസറല്ലേ, അയാളുടെ പേരെന്താ? റഷീദുള്ള. ഹലോ, പറയൂ. മുക്തുമി ഫയലുമായിട്ട് റെഡിയായി നിൽക്കുവാണെന്നോ? അവനെ ഒന്ന് ശ്രദ്ധിച്ചോണം. നാളെ ഞാൻ അങ്ങോട്ട് വരും. ഓക്കെ, വലൈക്കും അസ്സലാം. ഇതാണ് ആള്. ഹായ്.
മിശ്ര സാർ, നിങ്ങളോ? ഞാനിപ്പോ ഇവിടെ ഇല്ലായിരുന്നെങ്കിൽ താഴെ വീണ് തന്റെ മൂക്കൊടിഞ്ഞനെ. എന്നെ രക്ഷിച്ചതിന് നന്ദിയുണ്ട് സാർ. പക്ഷേ അതിനുവേണ്ടി നിങ്ങളുടെ കേസിൽ എന്നോട് ഒരു ഹെൽപ്പും ചോദിക്കരുത്, ഞാൻ ചെയ്തു തരത്തില്ല. എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല. സാധിക്കും, നിങ്ങളെ കൊണ്ടത് പറ്റും. കറക്റ്റ് സമയത്ത് അതിലെ പ്രധാന 2 ഡോക്യുമെന്റും എടുക്കുകയാണെങ്കിൽ കേസിനത് വളരെ എളുപ്പമായിരിക്കും. ഞങ്ങളാണ് ആ മണി ലോണ്ടറിങ് ചെയ്തതിന്റെ ഒരു തെളിവും പിന്നെ അവശേഷിക്കില്ല. ഇത്രയും ചെയ്യാൻ നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? സോറി, എനിക്ക് പറ്റില്ല. എന്തുകൊണ്ടാണ് പറ്റാത്തത്? അല്ല, നിങ്ങൾ എന്തിനു വേണ്ടിയാ ജോലി ചെയ്യുന്നേ? പണം സമ്പാദിക്കാൻ വേണ്ടിയല്ലേ? നിങ്ങൾ എനിക്ക് വേണ്ടി ഇത് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ മകന് വിദേശത്ത് പഠിക്കാൻ പറ്റും, മോളുടെ കല്യാണവും നടക്കും. മാത്രമല്ല, ഗുൽഷൻ ബർണയിൽ ഒരു പുതിയ വീടും പണിയാം. എന്ന് വെച്ച് നിങ്ങൾ 1000 കോടി കബളിപ്പിച്ചത് ഇല്ലെന്ന് ഞാൻ വരുത്തി തീർക്കണം? അത് തെറ്റാണ്. ഈ 1000 കോടി പ്രശ്നത്തിന് ഞാൻ എന്റെ മകനെ ഗവൺമെന്റിന്റെ കൂടെ അബ്രോഡിലേക്ക് അയക്കുന്നുണ്ട്. ഓ, നിങ്ങൾ അവിടെ എല്ലാ സത്യങ്ങളും തുറന്നു പറയുമായിരിക്കും. തീർച്ചയായും. കാരണം എന്താന്നോ, ഞങ്ങളുടെ സത്യങ്ങൾ അറിഞ്ഞ ആരെയും ഞങ്ങള് ജീവനോടെ വെറുതെ വിട്ടിട്ടില്ല. നിങ്ങൾ എന്തായി പറയുന്നത്? പാവം മനസ്സിലായില്ലെന്ന് തോന്നുന്നു. ഹംദു, ഇന്ന അതിരിക്കട്ടെ, നിന്റെ ക്യാമറയുടെ ലെൻസൊക്കെ എന്തിനാ താഴോട്ട് കാണാൻ വേണ്ടി സെറ്റ് ചെയ്തിരിക്കുന്നേ? പക്ഷികളൊക്കെ ആകാശത്തോടല്ലേ പറക്കുന്നത്? അതെന്തിനാണെന്ന് വെച്ചാ പക്ഷികളൊക്കെ രാവിലെ ചില്ലയുടെ മേളിലായിരിക്കും ഇരിക്കുക. അതാ ഞങ്ങളുടെ ഗ്രൂപ്പ് പ്രസിഡന്റ് ഇങ്ങനെ ഷൂട്ട് ചെയ്യാൻ പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ഈ മൊത്തം കാടും അതുകൊണ്ട് കവറാവോ? അതെ, 10mm ലെൻസാണ്. അതുകൊണ്ട് മുഴുവൻ കാടും ഇതിൽ ഷൂട്ടാകും. അങ്ങനെയാണോ? അല്ല, എന്ത് കാണിക്കുന്നേ? ഒന്ന് വീട്. ശരി ശരി, എന്തിനാ ഇങ്ങനെ എന്നെ കളിയാക്കുന്നേ? ഞാൻ കളിയാക്കൊന്നുമല്ല. നോക്കി സൂക്ഷിച്ചിറങ്ങേ. ശരി, ഞാൻ സഹായിക്കാം. വാ താഴോട്ട് വാ. കൈ കാണിക്കേ. ഇനി ഞാൻ എങ്ങനെ ഇറങ്ങും? ഒന്നും സംഭവിക്കത്തില്ല, താഴോട്ട് ഇറങ്ങ്. പേടിക്കാതെ ഇറങ്ങുന്നേ. ഞാൻ വീഴില്ലല്ലോ. വീഴത്തൊന്നുമില്ല, ധൈര്യോട്ട് ഇറങ്ങ്. സൂക്ഷിച്ചേ. എനിക്ക് പേടിയാവുന്നു. ശരി, വാ പോകാം. അതിരിക്കട്ടെ, മറ്റുള്ള ക്യാമറയൊക്കെ എവിടെയാ ഉള്ളത്? അവിടെ. വേണ്ട, നിക്ക്. നമ്മളെല്ലാരും അവൻ റെക്കോർഡ് ചെയ്തോണ്ടിരിക്കുക. നോക്കേ, നിങ്ങളൊക്കെ പോലീസുകാർ വളരെ നല്ലവരാന്നാ വിചാരിച്ചോണ്ടിരിക്കുന്നത്. നിങ്ങള് അത് എന്നകത്തോട്ടയക്കാനുള്ള പണി നോക്ക്. നീ പോയിട്ട് ഇപ്പൊ എന്ത് കാണിക്കാനാ? ഞങ്ങളെ പോലെയുള്ള ആളുകൾ കളത്തിലിറങ്ങിയാ എല്ലാം അവസാനിപ്പിച്ചേ തിരിച്ചു വരൂ. നീ പോയാ നീ തീരും. എടാ കഴുത, നിനക്ക് മനസ്സിലാവുന്നില്ലേ ഇവിടത്തെ സിസ്റ്റം എങ്ങനെയാന്ന് നിനക്ക് അറിയോ? നമ്മൾ ഒരിക്കലും അവരെ രക്ഷപ്പെടാൻ അനുവദിക്കരുത്. ഇതെന്റെ പണിയാ, ഞാൻ തന്നെ നോക്കിക്കോളാം. ശരി, വാ പോവാം. ഇനി നീ നോക്കിയോ. ബൈ. ഓ ഹലോ. എന്റെ ക്യാമറ നിന്റെ ബാഗിലാ. വെറും ക്യാമറ മാത്രമല്ല മാഡം, പല സാധനങ്ങളും ഉണ്ട്. ശരി, ഈ ബാഗ് നീ തന്നെ അങ്ങ് വെച്ചു. ഞാൻ പിന്നീട് വാങ്ങിച്ചോളാം. ഒരു കാര്യം പറയാൻ മറന്നു. നാളെ മറക്കാതെ എനിക്ക് കോൾ ചെയ്യണം കേട്ടോ. ബാഗ് ഞാൻ തന്നെ വന്നെടുത്തോളാം. ശരി. ബൈ 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 ബൈ.
ബൈ. പുഷ്പു, പുഷ്പു, നീ റെഡിയായോ? ആ, റെഡി ആവുക. ഇന്ന് എന്തൊക്കെയാ പാചകമേ? എല്ലാം നിന്റെ കൺമുന്നിൽ തന്നെയല്ലേ ഇരിക്കുന്നത്, നോക്കിക്കൂടെ? ആ മതി മതി മതി, ഞാൻ തന്നെ എടുത്തോളാം. നിക്ക്, ഞാൻ എടുത്തു തരാം. ഓ, കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇടയ്ക്ക് എന്തിനാ വെള്ളം എടുത്ത് കുടിക്കുന്നേ? എരി കുറച്ച് കൂടുതലമ്മേ. നിന്റെ ദേഷ്യം ഇച്ചിരി കൂടാൻ വേണ്ടിട്ടാ എരിവ് കൂട്ടിയിട്ടത്. പുഷ്പുവിന്റെ അച്ഛനും അമ്മയും കഴിഞ്ഞ ആഴ്ച എനിക്ക് കോൾ ചെയ്തിരുന്നു. നിന്നെ പറ്റിയും പുഷ്പുവിനെ പറ്റിയാ സംസാരിച്ചത് മുഴുവനും. നീ എന്താടാ ആലോചിക്കുന്നേ? നിന്നെ കൊണ്ടൊരു ജേർണലിസ്റ്റ് പെണ്ണിനെയൊക്കെ സ്നേഹിക്കാൻ കഴിയോ? കല്യാണം കഴിക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നുണ്ടോ? നിന്നെപ്പറ്റി എന്തെങ്കിലും അവൾക്ക് അറിയാവോ? എന്താ അമ്മ ഈ പറയുന്നത്? അവൾ എന്തറിയാനാ? ശരി, എന്തെങ്കിലും ആവട്ടെ, അവളെ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടടാ. ദൈനിക് പൂർവഭാഷിന്റെ എഡിറ്റർ മിസ്റ്റർ അലാവുദ്ദീനും അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളും ബോംബ് സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ടു. കുടുംബത്തിലുള്ള എല്ലാവരും മരിച്ചതായാണ് റിപ്പോർട്ടുകൾ. സംഭവത്തിന് പിന്നിൽ ആരാണെന്ന് പോലീസ് അന്വേഷണം ആരംഭിച്ചു. എടോ, പെട്ടെന്ന് പണി തീർക്ക്. ഇവിടെ ആൾക്കാരൊന്നും നിൽക്കാൻ പറ്റരുത്. എടോ, മാറി നിൽക്കേ. ഇങ്ങോട്ട് വരരുത് സാർ, ഇത് റെസ്ട്രിക്റ്റഡ് ഏരിയ ആണ് സാർ. പ്ലീസ് പ്ലീസ് സാർ, പറയുന്ന കേൾക്ക് സാർ. പ്ലീസ് സാർ, അങ്ങോട്ട് പോകാൻ പറ്റില്ല സാർ. പ്ലീസ്. അകത്തേക്ക് വരാൻ പാടില്ല സാർ. പ്ലീസ് സാർ, പറയുന്ന കേൾക്ക് സാർ. സാർ പറയുന്ന കേൾക്ക് സാർ, അവിടെ തന്നെ നിൽക്കും സാർ. സാറേ, നിങ്ങൾക്ക് അകത്ത് പോകാൻ പറ്റില്ല. പറയുന്ന കേക്ക് സാർ, നിങ്ങൾക്ക് അകത്ത് പോകാൻ പറ്റില്ല. പറയുന്ന കേക്ക് പ്ലീസ്. എനിക്ക് പോണം സർ. സാർ, ഇവിടെ എൻക്വയറി നടന്നുകൊണ്ടിരിക്കുക സാർ. പ്ലീസ് സാർ, മനസ്സിലാക്കാൻ നോക്ക്. പുഷ്പു അവള് കിടക്കുന്ന ഞാൻ ഇഷ്ടപ്പെട്ടു. ആരെയും അകത്തേക്ക് വിടരുത്. ബോഡി വേഗം പോസ്റ്റ്മോർട്ടത്തിന് കൊണ്ടുപോകും. വേഗം ആട്ടെ. താൻ അങ്ങോട്ട് പോയി പിടിച്ച എടുക്കെടുക്ക്. സാറേ, നിങ്ങൾ മക്താമി ഗ്രൂപ്പിനെയാണോ അതെ, സംശയിക്കുന്നത്? ഞങ്ങൾക്ക് നല്ല സംശയമുണ്ട് അവരായിരിക്കും. അല്ല, ഒരു ചോദ്യം കൂടെ. ഞങ്ങൾക്ക് ഇതുവരെ യാതൊരു തെളിവും കിട്ടാത്തത് കാരണം അവർക്കെതിരായി ആക്ഷൻ എടുക്കുന്നത് വളരെ കഠിനമായ ഒരു പ്രയത്നമാണ് ബ്രദർ. അത് നിങ്ങൾ മനസ്സിലാക്കണം. മനസ്സിലാക്കുന്നുണ്ട് സാർ. ഹേയ്, എല്ലാരും പൊക്കോ പൊക്കോ പൊക്കോ, വേഗം ആട്ടെ.
ഷാൻതാൻ, സമാധാനമായിരിക്കേ. മനുഷ്യന്മാരുടെ കാര്യം എന്ന് പറഞ്ഞാ ഇത്രയൊക്കെ ഉള്ളെന്നേ. നിന്നെ നീ സംരക്ഷിച്ചോ? ഏയ് വേണ്ട വേണ്ട, നിങ്ങൾ ഇടപെടേണ്ട, ഞാൻ നോക്കിക്കൊള്ളാം. കുടുംബം മൊത്തം ഇപ്പൊ നിന്റെ കൂടെയല്ലേ. നിനക്ക് എന്താ ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാ നീ ചെയ്ത് കാണിക്കേ. ഇപ്പൊ ഞാൻ ചിരിക്കുന്ന സാഹചര്യത്തിലല്ല ഉള്ളത്. പക്ഷെ നിന്നെ രക്ഷിക്കാൻ ഇനി ആരെ കൊണ്ട് സാധിക്കില്ല. ഓ, പക്ഷെ ഇവര് രണ്ടുപേരും മരിച്ചത് ആർക്കും തടയാൻ സാധിച്ചില്ലല്ലോ ശാന്തു. നിനക്കിനിയും ഒരുപാട് സമയമുണ്ട്. പക്ഷേ നിന്റെ ജീവിതം ഇത്രയും അർത്ഥമുള്ളതാക്കാൻ ആരെ കൊണ്ടും സാധിക്കില്ല. വാ പോകാം. വരും, നടക്ക്.
പറയൂ. എന്താടി പോടി. അവനെ കൈ കിട്ടിയിട്ടും വെറുതെ വിട്ടുകളഞ്ഞല്ലോടാ. അവനെ അങ്ങ് കൊന്നുകളയായിരുന്നെങ്കിൽ നമുക്ക് ഒരു പ്രശ്നം ഉണ്ടാവില്ലായിരുന്നു. ഇപ്പൊ അവനെ സൂപ്പർമാൻ ആക്കിയില്ലേ. കുറച്ചേരൊന്നും മിണ്ടാതിരിക്കോ? നമ്മൾ എന്തെങ്കിലും ചെയ്തേ പറ്റൂ. ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ ആ സൈദുള്ള എന്തെങ്കിലും ചെയ്യും. അവന്റെ കയ്യിൽ നമ്മളെ പറ്റിയുള്ള എല്ലാ തെളിവുകളും ഉണ്ട്. ഇപ്പം നമുക്ക് അവനേക്കാളും തലവേദന ആരെ കൊണ്ടാന്നറിയാവോ? ഈ ശാന്തരവനെ കൊണ്ട്. ഇപ്പൊ നിങ്ങളെ കൊണ്ട് അവനെ കൊല്ലാൻ സാധിക്കുകയോ ഇല്ലയോ? നിങ്ങൾ ദയവ് ചെയ്തൊന്ന് ശാന്തമായിരിക്കുക. ഇങ്ങനെ ടെൻഷൻ എടുപ്പിച്ച പിന്നെ ഞാൻ എന്ത് ചെയ്യും? ശാന്തുവിനെ സൈദുവിനെ വെറുതെ വിടാൻ പാടില്ല. എന്തെങ്കിലും ചെയ്തേ പറ്റൂ. അല്ല, ഇപ്പൊ ഇതെങ്ങനെയാ ചെയ്യുന്നത്? ഇവര് രണ്ടുപേരും ഒരുമിച്ച് കിട്ടിയാൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റത്തുള്ളൂ. നീ പറഞ്ഞതും ശരിയാണ്. ഒന്ന് ട്രൈ ചെയ്യാം. ലെറ്റ്സ് സീ. പതുക്കെ പതുക്കെ നോക്കി സൂക്ഷിച്ച്. എന്തിനാ നിങ്ങൾ ഒരാവശ്യമില്ലാതെ ആ മക്തുമിസാന്റെ ഏരിയയിലോട്ട് പോയത്? പറയൂ. ആത്മഹത്യ ചെയ്യാനായിരുന്നു ഉദ്ദേശം? അല്ല, ആ മക്തോമിസിന്റെ കഥ കഴിക്കാൻ വേണ്ടി ഞാൻ പോയതാ. എന്താ ആ മക്തുമിസാൻ നിങ്ങൾക്ക് അങ്ങനെ എന്ത് ദ്രോഹം ചെയ്തത്? ഞാൻ ഇഷ്ടപ്പെട്ട പെണ്ണിനെ പോലും അവൻ വെറുതെ വിട്ടിട്ടില്ല. എന്റെ കുടുംബത്തിന്റെ മൊത്തം സന്തോഷം അവൻ ഇല്ലാതാക്കി. എന്താ അതിന് അവനെന്ത് പഴിച്ചു? അവൻ ചെയ്തത് ഒരു തെറ്റ് മാത്രമാ. അവള് നമ്മുടെ നാട്ടിലുണ്ടായിരുന്ന വലിയൊരു ബിസിനസ്സുകാരന്റെ ഒരേ ഒരു മോളായിരുന്നു. എന്റെ മകളുടെ ഭാഗത്തും ഒരു തെറ്റുമില്ല. അവളുടെ ഒരേ ഒരു നിർഭാഗ്യം എന്താന്ന് വെച്ചാ എന്റെ മകളായി ജനിച്ചത് മാത്രമാണ്. ഞാൻ മയക്കുമരുന്നിനെതിരെ ഒരുപാട് പ്രതിഷേധങ്ങൾ നടത്തിയിട്ടുണ്ട്. ആ പ്രതിഷേധ സമരങ്ങളിൽ അവളും എൻ്റെ ഒപ്പം ഉണ്ടായിരുന്നതിൻ്റെ പേരിൽ ആ ക്രൂരന്മാർ അവൾക്ക് ഡ്രഗ്സ് ഇഞ്ചക്ഷൻ കൊടുത്ത് തെരുവിലേക്ക് വലിച്ചെറിഞ്ഞു. എൻ്റെ മോള് ഡ്രഗ്സിന് അടിമയല്ലെന്ന് കോടതിയിൽ ഞാൻ എല്ലാ വിധത്തിലും വാദിച്ചു. ആ മക്തുമിസാൻ മരിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. ആ ഡ്രഗ്സ് കേസിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി എൻ്റെ മോള് മനം നൊന്ത് ആത്മഹത്യ ചെയ്തു. അവളുടെ ചേതനയേറ്റ ശരീരമാണ് എനിക്ക് കിട്ടിയത്. എനിക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. അതിനൊക്കെ എനിക്ക് പകരം വീട്ടണം. അതിരിക്കട്ടെ, നിങ്ങളാരാ? സെയ്തുള്ള. ഞാനും ഇപ്പോ ഗവൺമെന്റ് സർവീസിലാണ് ഉള്ളത്. കൂടാതെ ഒരു ബിസിനസ്സും ചെയ്യുന്നുണ്ട്. എന്റെ 2 പെൺമക്കളുടെ കാര്യത്തിൽ ഞാൻ ഒരുപാട് സ്വപ്നം കണ്ടിരുന്നു. പക്ഷേ ഇപ്പോൾ എനിക്ക് ഒരു ലക്ഷ്യം മാത്രമേ ഉള്ളൂ. മക്തുമിസാന്റെ ഇല്ലീഗലായിട്ടുള്ള ഇടപാടുകൾ, ചൂതാട്ടം, മണി ലോണ്ടറിങ്, കൊള്ളയടിക്കൽ, ഇതുപോലെയുള്ള എല്ലാ പ്രവർത്തനങ്ങളിൽ നിന്നും അവനെ എല്ലാ രീതിയിലും തടഞ്ഞു നിർത്തണം. അതുകൊണ്ടാണ് എൻ്റെ അങ്കിൾ എന്നെയും കൂടി ഡ്രഗ്സിനെതിരെ പോരാടാൻ പഠിപ്പിച്ചത്. നിന്നെപ്പോലെ ഒരുപാട് പേര് വന്നതാ. പക്ഷെ എല്ലാവരും പാതിയിൽ ഉപേക്ഷിച്ചിട്ട് പോയി. പ്രകാശ് എന്നോടൊന്നും പറഞ്ഞില്ല. പക്ഷേ ഇനി അവൻ തീർച്ചയായും
മയക്കുമരുന്നിനെതിരായിട്ടുള്ള നമ്മുടെ ഈ പ്രവർത്തനങ്ങളെ വളരെ എളുപ്പമാക്കി തരും. ഇക്കാര്യത്തിൽ ഞാനും നിങ്ങളെ തീർച്ചയായും സഹായിക്കാം. നിങ്ങളുടെ റൈറ്റ്സിന് വേണ്ടി എന്ത് സഹായം വേണമെങ്കിലും ഞാൻ ചെയ്യാം. ഇത് നീ പറയേണ്ട കാര്യമില്ല, എനിക്കെല്ലാം നേരത്തെ അറിയായിരുന്നു. ആദ്യം നിന്റെ ആരോഗ്യമൊക്കെ ശരിയാവട്ടെ. ലിൻഡ നിന്നെ നന്നായി നോക്കും. ഡോണ്ട് വറി. ഇവളൊരു എക്സ്പെർട്ട് നേഴ്സാ. ടേക്ക് കെയർ. ഇതാ ഈ മരുന്ന് കഴിക്കൂ, വേദനയൊന്ന് കുറയും. എനിക്ക് വളരെ വേഗം ഭേദമാകണം. നിങ്ങളുടെ ഉള്ളിലുള്ള ഈ മനക്കരുത്ത് എത്രയും പെട്ടെന്ന് അസുഖം ഭേദാക്കും. ശരി ഭൂമൻ, ഇപ്പൊ നന്നായിട്ട് റെസ്റ്റ് എടുക്കൂ. അതെ, ഇങ്ങോട്ട് നോക്കിക്കേ. ഞങ്ങളെ ആർക്കും നിനക്ക് വിശ്വാസമില്ലേ? ഞങ്ങളിപ്പം നിന്റെ ചരക്ക് ഡ്യൂപ്ലിക്കേറ്റ് പോലെ പാക്ക് ചെയ്തോണ്ടിരിക്കുക. ഇനി അരമണിക്കൂറിനകം ഇതെല്ലാം നിന്റെ അഡ്രസ്സിലേക്ക് ഡെലിവറി ആവും. മനസ്സിലായോ? എന്തൊക്കെയാ നടക്കുന്നേ? നിങ്ങളെന്താ കഥ പറയാ? ഒരു പെണ്ണ്, ഒരു സാധാരണ പെണ്ണ് എന്റെ പദ്ധതികളെല്ലാം തകർത്ത് എനിക്ക് വലിയ നഷ്ടമുണ്ടാക്കി വെച്ചിരിക്കുക. ഇതെങ്ങനെയാണ് സംഭവിച്ചേ? പറയ, ആരാ അവള്? അതെന്താന്ന് അറിഞ്ഞൂടാ. അവൾ ആരാന്ന് കണ്ടെത്താൻ പറ്റില്ല. പക്ഷെ എനിക്ക് എന്തായാലും അത് അറിഞ്ഞേ പറ്റൂ, എന്റെ പുതിയ ശത്രു ആരാണെന്ന്. ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചു കേട്ടോ. അവസാനം ഇവളെ നമ്മൾ തന്നെ തട്ടിക്കളയേണ്ടി വരും. അവളെ കാണാനായിട്ട് നിങ്ങളിങ്ങനെ കാത്തൊന്നും ഇരിക്കണ്ട. ഉറപ്പായിട്ട് ഏതെങ്കിലും ഒരു പയ്യനായിരിക്കും പെൺവേഷം കെട്ടി ഇറങ്ങിയിരിക്കുന്നത്. ഊഹാപോഹങ്ങൾ പറയല്ലേ. എന്തായാലും അവള് വളരെ ബുദ്ധിശാലി തന്നെ. എന്റെ അടുത്ത് വന്ന് എന്നെ നശിപ്പിക്കാമെന്ന കണക്ക് കൂട്ടല്. പക്ഷേ ആ കണക്ക് കൂട്ടല് തെറ്റായിപ്പോയി. നിങ്ങൾ പറയുന്ന കേട്ട ആ പെണ്ണിനെ നിങ്ങൾക്ക് നേരത്തെ അറിയാവുന്ന പോലെ ഉണ്ടല്ലോ. എനിക്കവളെ അറിയാം, പക്ഷേ ശരിക്കങ്ങ് അറിയില്ല. അവള് താമസിക്കുന്ന അഡ്രസ് മാത്രം എനിക്ക് തന്നാ മതി. അങ്ങോട്ടേക്ക് പോയി ഞാൻ ആരാന്നുള്ളത് കാണിച്ചു കൊടുത്തോളാം. അവൾ ആരായാലും ശരി, ഇവിടെ എന്റെ അടുത്ത് എത്തിയിരിക്കണം.
ഹംദു, എനിക്കൊരു പ്രധാനപ്പെട്ട കാര്യം സംസാരിക്കാനുണ്ട്. നമുക്കൊരു പുതിയ ശത്രു പിറന്നിരിക്കുന്നു. എന്ത് ചെയ്തിട്ടാണെങ്കിലും അവളെ ഉടൻ തന്നെ കണ്ടുപിടിക്കണം. നിങ്ങളുടെ പുതിയ ശത്രു ആരാ ബോസ്? ശാന്ത? അല്ലല്ല, അവനല്ല. ഈ ശത്രു ആണല്ല, അതൊരു പെണ്ണാ. ശത്രു പെണ്ണാണ്? ആരാണാവോ ഈ പെൺശത്രു? ആരാ നീ? ഹംദു, 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 ഹംദു. പ്രശ്നങ്ങളെല്ലാം തീരുന്നതുവരെ ഒരു കാര്യം ആലോചിച്ച് സങ്കടപ്പെടാൻ പാടില്ല. എത്രയും പെട്ടെന്ന് തന്നെ എല്ലാ പ്രശ്നങ്ങളും തീർക്കാൻ നോക്കണം. ഇങ്ങനെയൊന്നും നടക്കാൻ പാടില്ലായിരുന്നു. നിനക്കെല്ലാം അറിയാമായിരുന്നോ ശാന്തു? ഇതാണ് അവന്റെ ആള്. ശാന്തുവിനും അവരെല്ലാം അറിയായിരുന്നു. ഒരുപക്ഷെ നീ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ അത് നിന്റെ ജീവന് ആപത്ത് തന്നെയാണ്. ഓഫീസർ, എനിക്ക് മനസ്സിലാവാത്ത ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, സെക്യൂരിറ്റി ഇൻചാർജ് 3-4 ദിവസം മുൻപേ മരിച്ചു. പക്ഷെ ഇതുവരെ അയാൾക്ക് പകരം വേറൊരാളെ റെഡിയാക്കാൻ നിങ്ങൾക്ക് സാധിച്ചില്ലല്ലോ. അതായത് അത് നിങ്ങളുടെ ഉത്തരവാദിത്വമല്ലേ? എനിക്കറിയില്ല, ഞാൻ വേണമെങ്കിൽ ട്രൈ ചെയ്യാം. ബിലീവ് മീ ഓഫീസർ, ഞാനും എൻ്റെ പാർട്ട്ണറും ഇപ്പോ ഭയങ്കര ടെൻഷനിലാണുള്ളത്. യുനോ. അതെയോ? നിങ്ങളുടെ ബിസിനസ്സിൽ എന്തെങ്കിലും പ്രശ്നങ്ങളോ ഏതെങ്കിലും ശത്രുക്കളോ ഉണ്ടോ? കാരണം ഹംദുറിനെ ആരോ കൊലപ്പെടുത്തിയിട്ടുണ്ടല്ലോ. ഒരുപാട് പേര് ഇപ്പോഴും അതുപോലെ തന്നെയാണ് ഉള്ളത്. സൈദുൾ എന്ന് പറഞ്ഞ ഒരുത്തനുണ്ട്. അവനാണിപ്പോ എന്റെ ബിസിനസ്സിന് ഏറ്റവും കൂടുതൽ തടസ്സം സൃഷ്ടിക്കുന്നത്. ഓൾറെഡി ഞാൻ അവനെതിരെ ഒരു കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഐ ഡോണ്ട് നോ ആ കേസ് നിങ്ങൾക്ക് റീച്ച് ആയിട്ടുണ്ടോ ഇല്ലയോ എന്ന്. ഡോണ്ട് വറി, ഞങ്ങളെ കൊണ്ട് കഴിയുന്നതെല്ലാം ചെയ്യാം.
ഹംദൂറിനെ ആരാണോ കൊലപ്പെടുത്തിയത് അവരെ തീർച്ചയായും കണ്ടുപിടിച്ച് ശിക്ഷ കൊടുക്കും. നിങ്ങൾക്ക് മറ്റൊരു ശത്രുവുണ്ട്. ആരാ? വാസിമോൾ ബാരിസാന്തോ, അലാവുദ്ദീൻ സാറിന്റെ മകളുടെ കാമുകനാണ് സാർ. അവനെ കണ്ടോ? എന്താന്ന് ചോദിച്ചേ? അതെ, ഈ വീട് മൊത്തം സെർച്ച് ചെയ്തേ. നിങ്ങൾ ഈ വശത്തേക്ക് പോകും. സർ, ഇവിടെ ആരുമില്ല സർ. ഓക്കെ, ശരി പോവാം. യെസ് സർ. ചെല്ല്, ഈ വീടും ചെക്ക് ചെയ്യ്. സർ. സർ, പക്ഷേ ഇത് പൂട്ടിയിരിക്കുകയാണ് സർ. പൂട്ടിയിരിക്കുകയാണോ? ഓക്കെ, മൂവ്. ഇവിടെ നടക്കുന്നതൊന്നും എനിക്കങ്ങോട്ട് മനസ്സിലാവുന്നില്ലടാ. അമ്മയുടെ സംരക്ഷണത്തിന് വേണ്ടിയാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. സെയ്തുൽ സാറിനെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വമല്ലേ? അതുകൊണ്ടാണ് അമ്മയെ ഇവിടേക്ക് കൂട്ടിക്കൊണ്ടുവന്നേ. ലിൻഡ വളരെ നല്ല കുട്ടിയാണ്. ഇതുവരെ അവൾ നിന്നെ വളരെ നന്നായല്ലേ നോക്കിയത്. അവള് സെയ്തുൽ സാറിന് മോളെ പോലെയാ. അവളെ പോലെ ഈ ലോകത്ത് വേറെ ആരെയും കാണാൻ പറ്റില്ല. നിനക്കൊരു കാര്യം അറിയോ? ലിൻഡ എന്നെ അമ്മയെന്നാടാ വിളിക്കുന്നത്. അത് കേൾക്കുമ്പോഴേ എനിക്ക് എന്ത് സന്തോഷാണെന്നറിയോ. നോക്കമ്മേ, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി, ഞാനത് വാങ്ങിച്ചോണ്ട് തരാം. പക്ഷെ ഒരു കാരണവശാലും പുറത്തേക്ക് പോകാൻ പാടില്ല, മനസ്സിലായോ? ശരി, ഞാനൊന്ന് പോയി കിടക്കട്ടെ. ശരി അമ്മേ. അമ്മ ആ മുറി പോയി റെസ്റ്റ് എടുത്തോളൂ. നീ എന്താ ആലോചിച്ചോണ്ടിരിക്കുന്നേ? പോലീസ് അവരെ കൂട്ടിക്കൊണ്ടുപോയിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ സാഹചര്യം വളരെയധികം മോശമായേനെ. അവരെ രക്ഷപ്പെടുത്തിയതിന്റെ പ്രധാനപ്പെട്ട കാരണം നീയാ. താങ്ക് യു സോ മച്ച്. നീ എന്തായി പറയുന്നേ? നിന്റെ അമ്മ എനിക്കും അമ്മയല്ലേ? നിന്റെ അമ്മയെ സംരക്ഷിക്കേണ്ടത് എന്റെ ചുമതലയല്ലേ? അവളുടെ മരണശേഷം അമ്മ ശരിക്കും തകർന്നു പോയിരിക്കുക. നീ ഒന്നും ഓർത്ത് വിഷമിക്കണ്ട. ഞാൻ അമ്മയെ എത്രയും പെട്ടെന്ന് പഴയതുപോലെ ആക്കിത്തരാം. ഇപ്പോഴൊക്കെ എൻ്റെ ജീവിതത്തിന്റെ ഓരോ നിമിഷവും നിന്നെ ഡിപ്പെൻഡ് ചെയ്താ കടന്നു പോകുന്നത്. എനിക്കും അത് തന്നെയല്ലേ വേണ്ടത്. കാലത്ത്, ഉച്ചയ്ക്ക്, വൈകിട്ട്, രാത്രി എപ്പോഴും ഞാൻ നിന്നെക്കുറിച്ച് തന്നെ ഓർത്തോണ്ടിരിക്കുന്നേ. മാത്രമല്ല, എപ്പോൾ നോക്കിയാലും ഞാൻ നിന്റെ പുറകെ തന്നെയല്ലേ ചുറ്റുന്നേ. ഒരുപക്ഷെ ഞാൻ വന്നില്ലായിരുന്നെങ്കിലോ?
അപ്പോൾ അങ്ങനെ നടക്കില്ലായിരുന്നിരിക്കും. പക്ഷെ ഇനി എന്തായാലും ഞാൻ നിന്നെ ഒരിക്കലും വിട്ടിട്ട് പോവില്ല. ശാന്തു, എൻ്റെ സ്നേഹം നിന്നെ തീർച്ചയായും പഴയതുപോലെ കൊണ്ടുവരും.
വാ. ഉറപ്പ് അവർ ലിൻഡയെ കൊല്ലാൻ തന്നെയായിരിക്കും വന്നത്. പക്ഷെ എനിക്കങ്ങനെ തോന്നുന്നില്ല അങ്കിൾ. അവളുടെ കാര്യം ഓർക്കുമ്പോൾ എനിക്കെന്തോ വല്ലാതെ പേടിയാവുന്നു. ഞാൻ കാരണം അവൾക്കൊരു ആപത്തും ഉണ്ടാവരുത്. ഒരുപക്ഷെ ആ പാവത്തിന് എന്തെങ്കിലും സംഭവിച്ചു പോയാൽ പിന്നെ എനിക്കത് സഹിക്കാനാവില്ല. നിങ്ങൾ എന്തുകൊണ്ടും വിഷമിക്കണ്ട അങ്കിൾ. ഞാൻ ജീവനോടുള്ളിടത്തോളം കാലം അവർക്കൊന്നും സംഭവിക്കില്ല. ഈ പ്രാവശ്യം എങ്ങനെയോ അവൻ മിസ്സായി, പക്ഷെ അടുത്ത പ്രാവശ്യം അവൻ മിസ്സാവത്തില്ല അങ്കിൾ. എന്നെ വിശ്വസിപ്പിച്ച് എന്നെ വഞ്ചിക്കാമെന്ന് വിചാരിച്ചല്ലേ? അവനെ ഞാൻ വെറുതെ വിടില്ല. അവന്റെ കഥ തീർക്കണം. ഒരിക്കലും അവനെ വെറുതെ വിടാൻ പാടില്ല. മാക്തുമിസാർ, അപ്പൊ ഇതെല്ലാം നിന്റെ ജോലിയായിരുന്നല്ലേ? ഞാൻ ഇതിനെല്ലാം പകരം ചോദിക്കാൻ പോവുകയാണ്. ആരാ? ഞാനാണ് മൊയ്ന. എന്റെ ശബ്ദം കേട്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? മൊയ്നയോ? ഈ ശബ്ദം ഞാൻ എവിടെയോ കേട്ടിട്ടുണ്ടല്ലോ. അവന്റെ ഇതിനകത്തുണ്ട്. അകത്ത് ഏതൊരു പെണ്ണിനൊപ്പം തോന്നുന്നു. കണ്ടില്ലേ? ഈ ടെൻഷൻ ഇടയ്ക്ക് അവരിതേ ഉള്ള പരിപാടി. എടാ മുല്ലേ, ഒന്ന് വേഗം തുറക്കടാ. നിന്നോടൊരു പ്രത്യേക കാര്യം പറയാനുണ്ട്. എടാ, അകത്ത് നീ എന്തുട്ടേ കാണിക്കുന്നേ? ഒന്ന് കഥവ് തുറക്കടാ. എടാ ആദിർ, മര്യാദക്ക് കഥ തുറക്ക്. ഒന്ന് തുറക്കടാ, അല്ലെങ്കിൽ ഞങ്ങള് തല്ലിപ്പൊളിക്കണോ? അതെ, ഇവനീ പറഞ്ഞൊന്നും കേൾക്കുന്ന അവസ്ഥയല്ല. കഥവ് തല്ലിപ്പൊളിക്കാം. എന്താ? എന്തു പറ്റി? കണ്ടോ, അവൻ മരിച്ചു. നമ്മളോട് പകരം വീട്ടാനാണ് ഇവരെ കൊന്നിരിക്കുന്നത്. നമ്മളെയോ? അതെ, ഞങ്ങൾ ഇവിടെ വന്ന സമയത്താന്ന് തോന്നുന്നു ആരവനെ വീട്ടിനകത്ത് വെച്ച് കൊന്നോണ്ടിരുന്നത്. എനിക്ക് ഉറപ്പായത് നമ്മുടെ ശത്രുവിന്റെ പണി തന്നെയായിരിക്കും. പക്ഷേ എന്തിനു വേണ്ടി? ഓഫീസർ, ഇതിനെപ്പറ്റി നിങ്ങൾക്ക് എന്താ തോന്നുന്നേ? ഇത് കാണുമ്പോ ഒരു കൊലപാതകമായിട്ടാ തോന്നുന്നേ.
ആകെ മൊത്തം ഈ സംഭവം കാണുമ്പോൾ ഞങ്ങൾക്ക് മനസ്സിലാവുന്നത് എന്താന്ന് വെച്ചാ ഇയാളെ കൊല്ലാൻ തന്നെയാണ് അവര് വന്നത്. പക്ഷെ ഇയാൾ കൊല്ലപ്പെടുന്നതിന് മുൻപ് ഈ വീട്ടിൽ നിന്ന് ഒരു പെണ്ണിന്റെ ശബ്ദം കേട്ടെന്ന് ഇവര് പറയുന്നേ. ഞങ്ങളും അങ്ങനെയാ കേട്ടത്. എന്നും പറഞ്ഞ് നമുക്ക് ആരെയും സ്പെസിഫിക് ആയിട്ട് സംശയിക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് നിങ്ങൾ ഞങ്ങളുടെ കൂടെ സ്റ്റേഷനിലേക്ക് ഒന്ന് വന്നിട്ട് ഒരു സ്റ്റേറ്റ്മെന്റ് എഴുതിത്താ. വാ പോവാം. കേസിലോ ആ പെണ്ണ് ആരായിരിക്കുമെന്ന് നിനക്ക് എന്തെങ്കിലും സംശയമുണ്ടോ? അല്ല, ആ പെണ്ണ് ആരാന്നറിഞ്ഞിരുന്നാ നേരത്തെ തന്നെ ഞാൻ അവളെ കൊന്നു കളഞ്ഞിരിക്കത്തില്ലേ? ആ ശരി ശരി. നിസാമേ, ഇനി തൊട്ട് എല്ലാവരുടെയും മുകളിൽ ഒരു കണ്ണുണ്ടാവണം. എന്തോ ഒന്ന് തീരുമാനിച്ചു വെച്ചിട്ടാണ് അവർ ഇതിനകത്തേക്ക് കാലി ചവിട്ടിയത്. ആ ഇനിയും ഞാൻ നിന്നെ സന്തോഷത്തോടെയും സമാധാനത്തോടെയും ജീവിക്കാൻ അനുവദിക്കില്ല. ഞാൻ പോയി നോക്കിയിട്ട് വരാം. എന്ത് പറ്റി? പുഷ്പു, കണ്ണു തുറക്ക്. ഏയ് പുഷ്പു, ഏയ് പുഷ്പു, ഇപ്പൊ നിനക്ക് കുഴപ്പമില്ലല്ലോ? കൊലപാതകി, നിന്നെ ഞാൻ വെറുതെ വിടില്ല. നീ എന്താ പറയുന്നേ? ഒന്നും മനസ്സിലാവുന്നില്ല. ഞാൻ എന്താ സംസാരിക്കുന്നതെന്നോ? നീയല്ലേ എന്റെ വീട്ടിൽ വന്ന് എന്റെ ബാഗിലിരുന്ന ക്യാമറയെല്ലാം എടുത്തോണ്ട് പോയത്? നീയാണ്. നീ ഒരു കൊലപാതകി തന്നെയാണ്. നീ എന്താ ഈ പറഞ്ഞു വരുന്നത്? എന്നെ എന്തിനാ നീ ഒരു കൊലപാതകി എന്ന് വിളിച്ചോണ്ടിരിക്കുന്നത്? നീയും ആ മാക്തുമിസാറും ചേർന്ന് സംസാരിച്ചോണ്ടിരിക്കുന്ന വീഡിയോ ഞാൻ കണ്ടു. അത് നിന്റെ സ്കൂളില്. എന്നെ പ്രേമിക്കുന്നു എന്ന് പറഞ്ഞിട്ട് എന്റെ അടുത്ത് നിന്റെ ബാഗ് സൂക്ഷിക്കാൻ തന്നിട്ട് പോയില്ലേ? നീ എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്, മനസ്സിലായോ? ആ ബാഗ് ഞാനല്ല എടുത്തോണ്ട് പോയത്. പിന്നെ നീ ആ കണ്ട വീഡിയോ ഇല്ലേ, അതിൽ ആ മക്തുമിസാൻ ഒരു ദിവസം എന്റെ ഓഫീസിലേക്ക് വന്ന സമയത്ത് വേറെ ആരോ എടുത്ത വീഡിയോ ആണ്. നിന്നെ അവന്റെ അടുത്ത് സറണ്ടർ ആക്കണോന്ന് അവൻ എന്നോട് തന്നെ സംസാരിച്ചു, മനസ്സിലായോ? കാരണം തെളിവായിട്ട് ഞാൻ മാത്രമേ ഉള്ളൂ. അത് കള്ളം. ഞാൻ നിന്നെ വിശ്വസിക്കില്ല. ശരി, അങ്ങനെ തന്നെ ഇരിക്കട്ടെ. അത് മൊത്തം കള്ളമാണെന്ന് കരുതാം. ഇത് മൊത്തം കള്ളമാണെങ്കിൽ പിന്നെ അവനെതിരായിട്ട് ഞാൻ എന്തിനാ ജോലി ചെയ്യുന്നത്? പറ, അവന്മാരെന്തിനാ എന്നെ ഷൂട്ട് ചെയ്യാൻ വേണ്ടി ഇവിടെ വരുന്നത്? ഞാൻ ഒരിക്കലും വിശ്വസിക്കില്ല. ഞാൻ നിന്നെ ഇഷ്ടപ്പെട്ടത് സത്യമാ, അതെങ്കിലും നീ വിശ്വസിക്കുന്നുണ്ടോ? അന്ന് സൈദുൽ അങ്കിളിന്റെ മകൾ ലിൻഡയാണ് അവരുടെ അടുത്തു നിന്ന് എന്റെ ജീവൻ രക്ഷപ്പെടുത്തിയത്. നിന്റെ ശത്രുക്കളൊക്കെ എന്റെ ജീവിതത്തിൽ വന്നതുകൊണ്ട് എന്റെ ജീവിതം തന്നെ ഇല്ലാതായിരിക്കുകയാണ്. ഞാൻ നിന്നെ എത്രത്തോളം സ്നേഹിക്കുന്നുണ്ടെന്ന് എനിക്കൊരിക്കലും പറഞ്ഞറിയിക്കാൻ സാധിക്കില്ല. കുറച്ചു നേരം മുമ്പ് വരെ എന്റെ ജീവിതം ഇരുട്ടായിരുന്നു. സ്നേഹം, പ്രേമം എല്ലാം എന്റെ ജീവിതത്തിൽ നിന്ന് വിട്ടുപോയി. ഞാൻ എന്നെ തന്നെ പൂർണ്ണമായിട്ട് നഷ്ടപ്പെടുത്തി.
പക്ഷെ ഇപ്പോ എനിക്ക് എങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ടെന്നറിയാവോ? ഞാൻ ഇതിനു ശേഷം എന്റെ ജീവിതം നിനക്ക് വേണ്ടി ജീവിക്കും. നിനക്ക് വേണ്ടി മാത്രം ജീവിക്കാൻ ആഗ്രഹിക്കുന്നു. പക്ഷേ അന്ന് നീ എങ്ങനെയാണ് അവിടെ നിന്ന് രക്ഷപ്പെട്ടത്? ഇങ്ങോട്ട് നോക്ക്. ഇനി മുതൽ എന്തായാലും നീ ഇവിടെ തന്നെ നിന്നാ മതി. എനിക്കൊരു മോളുണ്ട്. നീ ഇനി അവളുടെ കൂടെ തന്നെ നിന്നോ, കേട്ടല്ലോ? ശരി. ഇത് ആരാമേ? ഇവളുടെ പേര് ജുലേഖ. ഇനി മുതൽ ഇവള് നമ്മുടെ കൂടെയാ താമസം. ഇവിടെ നിന്നും വളരെ ദൂരമാണ് ഇവളുടെ നാട്. ഇവൾക്കിവിടെ താമസിക്കാൻ ആരും സ്ഥലം കൊടുത്തില്ല. അതുകൊണ്ടാണ് ഇവൾ എന്നോട് സഹായം ചോദിച്ചു വന്നത്. അതിന് അമ്മ ഇവക്ക് എന്റെ പുതിയ ഡ്രസ്സ് വരെ എടുത്തു കൊടുത്തോ? എന്റെ വാച്ച് വരെ എടുത്തു കൊടുത്തോ? വിട് മോളെ, ഇനി നിന്റെ സാധനങ്ങളൊന്നും ഞാൻ അവൾക്ക് കൊടുക്കില്ല. ജുലേഖ, നീ പൊയ്ക്കോ കുട്ടി. നീ ആ റൂമിലേക്ക് പൊയ്ക്കോളൂ. പുഷ്പു വന്ന് എല്ലാം പറഞ്ഞു തരും. പുഷ്പു, ജുലേഖ ഇനി മുതൽ നമ്മുടെ കൂടെയാണ് താമസം. ശരി അമ്മ. നിന്റെ ഫുൾ നെയിം എന്താ? ജുലൈക്ക ബേഗം. നീ ഏതുവരെ പഠിച്ചു? പക്ഷെ പഠിത്തം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. ഓ, അതെല്ലാം ഇനി നിനക്ക് കംപ്ലീറ്റ് ചെയ്യാം. നീ എൻ്റെ കൂടെ വാ. ശരി. എന്തിനാ എന്നെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് ശല്യം ചെയ്തുകൊണ്ടിരിക്കുന്നേ? ഞാൻ നിങ്ങളോട് അപ്പം തന്നെ എല്ലാ കാര്യവും പറഞ്ഞാണല്ലോ. ഒരു ജേർണലിസ്റ്റായ എനിക്ക് ഒരാൾക്ക് വേണ്ടി മാത്രം ജീവിക്കാൻ കഴിയില്ല. അതാരും പ്രതീക്ഷിക്കണ്ട. ഈ കാര്യം ചെയ്ത് ഞാൻ മരിച്ചാൽ തന്നെ എൻ്റെ ആത്മാവിന് ശാന്തി കിട്ടില്ല. പ്ലീസ്, നിങ്ങൾ എന്നെ ശല്യം ചെയ്യരുത്. ദാ അവിടെ ഇരിക്കുന്ന ബാഗെല്ലാം കാറിൽ കൊണ്ടുപോയി വേ. പിന്നെ ആ ചെറിയ ബാഗ് ഉണ്ടല്ലോ, അതിലെന്റെ ക്യാമറ ഉണ്ട്. അതുകൊണ്ട് ശ്രദ്ധിച്ചു കൊണ്ടുപോകണം. ആ ശരി. ഞാൻ വാഷ്റൂം പോയിട്ട് വരാം. മേഡം, ഞാനെല്ലാം കാറിൽ കൊണ്ട് വെക്കാം. അല്ല, പുഷ്പ എവിടെ? മേഡം റെഡി ആയിട്ട് വരാന്ന് പറഞ്ഞു. ആണോ? എന്നാ നീ എങ്ങോട്ടും പോകണ്ട. നീ വന്ന് കാറ് കയറി ഇരിക്കും. ഞാൻ പോയി നോക്കിട്ട് വരാം. ആ ശരി. ശരി, പെട്ടെന്ന് വാ. കയറിക്കോ. ഇരിക്കേ. പുഷ്പ, പുഷ്പു, ഒന്ന് വേഗം വാ മോളെ, സമയമായി. അച്ഛാ, അച്ഛാ, എന്നെ മിഷൻ ജീവിക്കാൻ സമ്മതിക്കില്ല മോളെ. അച്ഛാ, അച്ഛാ, അച്ഛാ. ഈ യുദ്ധത്തിൽ ഇനി നീ മാത്രമല്ല, തീർച്ചയായിട്ടും ഞാനും കൂടെ കാണും. അവന്റെ നാശം കാണുന്നത് വരെ ഞാൻ ഇനി വെറുതെ ഇരിക്കില്ല. വേണ്ട, ഇത് ഞാനുമായിട്ടുള്ള യുദ്ധവാ. നിനക്കിതിൽ പങ്കില്ല. എന്റെ അച്ഛന്റെ പേരും പെരുമയും അഭിമാനവും എല്ലാം കാത്തു സൂക്ഷിക്കേണ്ടത് എന്റെ കടമ മാത്രമാണ്. നീ അങ്ങനെ പറയരുത്.
വീണ്ടും അവന്മാരുടെ അടുത്തേക്ക് പോയി ഒറ്റയ്ക്ക് ഫൈറ്റ് ചെയ്യാൻ നിന്നെ ഞാൻ വിടില്ല. ദാ നോക്ക് ശാന്തു, എന്നെ സ്നേഹിക്കാൻ ഇനി നീയേ ഉള്ളൂ. ഇനി നിനക്കും കൂടി എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ അതെനിക്ക് സഹിക്കാൻ കഴിയില്ല. അതുകൊണ്ട് നീ ഇനി ഇതിൽ തലയിടണ്ട. ഇക്കാര്യം ഞാൻ നോക്കിക്കോളാം. തീർച്ചയായിട്ടും ഇനി ഒറ്റയ്ക്ക് നിന്നെ ഞാൻ വിടില്ല. എല്ലാം ഞാൻ തനിയെ നോക്കിക്കോളാം എന്ന് പറഞ്ഞില്ലേ? ഇതിൽ നീ ഇടപെടേണ്ട കാര്യമില്ല. ഇപ്പൊ നിന്റെ മുമ്പിൽ നിൽക്കുന്ന ഈ പുഷ്പം ഉണ്ടല്ലോ, അവരോട് പകരം വീട്ടാൻ വേണ്ടി മാത്രം ജീവിക്കുന്നവളാണ്. അന്ന് എന്റെ അച്ഛനും അമ്മയും മരിച്ചു പോയപ്പോൾ തന്നെ ഞാനും മരിച്ചു പോയതാണ്. പക്ഷെ എന്റെ ഉള്ളിലെ സ്നേഹമാണ് ഇപ്പോഴും ഞാൻ ജീവനോടിരിക്കാൻ കാരണം. ആയുധങ്ങൾ, ബുള്ളറ്റ്സ്, ലവ്, ഇതിനൊന്നും ഇപ്പൊ എനിക്ക് വ്യത്യാസമേ മനസ്സിലാവുന്നില്ല. ഞാൻ കണ്ട സ്വപ്നം എല്ലാം നാശമായി പോയി. ഞാൻ എന്റെ കണ്ണടയ്ക്കുമ്പോൾ ബ്ലഡും ഡെഡ് ബോഡീസും തോക്കിന്റെ ശബ്ദം മാത്രമാണ് കേൾക്കുന്നത്. ഇതിന് ശേഷം എന്റെ കൂടെ ജീവിക്കണമെന്ന് ദയവ് ചെയ്ത് സ്വപ്നം പോലും കാണരുത്. ദയവ് ചെയ്ത് എന്നെ മറന്നേക്ക്.
ഹലോ ഹലോ സാറേ, ഞാൻ സിരാജാണ് സാറേ. മക്തുന് സാർ എവിടെ ഒളിച്ചിരിക്കുന്നത് ഞാൻ കണ്ടു സാറേ. ശരി, നിങ്ങൾ അവരെ ഫോളോ ചെയ്തോണ്ടിരിക്കേ, ഞാൻ ഉടനെ അങ്ങോട്ട് വരാം. സാറേ, ഇനി കുറച്ചു നേരം വെയിറ്റ് ചെയ്താൽ മാത്രം മതി. അവരുടെ മുഴുവൻ പ്ലാനും നമുക്ക് കണ്ടുപിടിക്കാം. നിങ്ങള് പെട്ടെന്ന് ഞാൻ പറയുന്ന സ്ഥലത്തേക്ക് വന്നാ നമുക്ക് ഉടനെ തന്നെ അവരെ അങ്ങ് തീർത്തേക്കാം. ശരി ശരി, ഫോൺ വെക്ക്, ഞാൻ ഉടനെ അങ്ങോട്ട് വന്നോളാം. ശരി സാറേ, എന്നാ അങ്ങനെ തന്നെ ചെയ്യാം. സാറേ, നിങ്ങൾ പറഞ്ഞ പോലെ ഞാൻ അതേപടി ചെയ്തില്ലേ? എന്നെ അത് ചെയ്യല്ലേ? നീ ഞങ്ങൾക്ക് വേണ്ടി ഇത്രയും വലിയ സഹായം ചെയ്തിരിക്കല്ലേ, നിന്നെ ഞങ്ങൾ എന്ത് ചെയ്യാനാ? നീ വെറുതെ പേടിക്കണ്ട, ഇനി നിന്റെ സഹായം ഞങ്ങൾക്ക് ആവശ്യമേ ഇല്ല. ഡാ, ഇവനെ നമുക്കങ്ങ് വിട്ടയച്ചാലോ? വിട്ടേക്കാം. പൊക്കോ പൊക്കോ. ഓടിക്കോ. വളരെ സന്തോഷമുണ്ട് സാറേ. പാവം അല്ലേ, പോകുമ്പോ പോലും നമ്മളെ സഹായിച്ചിട്ടാ അവൻ പോയത്. ഇത് നമ്മൾ ഒരിക്കലും മറക്കാൻ പാടില്ല. ശരി, ഇവന്റെ ബോഡി എടുത്ത് പുറത്തെ മരത്തിൽ ചാരി വെച്ചേക്ക്. ശരി, പിടിച്ചേ. സിറാജ്, 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 നീ എവിടെയാ? ഏയ് സിറാജ്, ഏയ് സിറാജ്, എത്ര നേരം വിളിക്കുന്നു? നിനക്കത് ചെവി കേട്ടൂടെ? ഇനി നിനക്ക് രക്ഷപ്പെടാൻ സാധിക്കില്ലടാ. നിന്നെ ആർക്കും രക്ഷിക്കാൻ കഴിയില്ല. ചത്തിട്ട് പോലും എന്നെ പേടിപ്പിച്ചോണ്ടിരിക്കുക, കണ്ടില്ലേ? പക്ഷെ എല്ലാവർക്കും തീർച്ചയായും ഒരു ദിവസം മരണം സംഭവിച്ചിരിക്കും. നിന്നെ പോലെയുള്ള കീടങ്ങൾക്ക് എന്നെ ഒന്നും ചെയ്യാൻ സാധിക്കില്ലടാ. ഇനി ബാക്കിയുള്ളത് ആ ശാന്തു മാത്രമാണ്. ഇനി അവന് ധൈര്യം ഉണ്ടെങ്കിൽ അവൻ നമ്മുടെ മുമ്പിൽ വരട്ടെന്നേ. ശത്രുക്കളെ ഒരിക്കലും കുറച്ചു കാണാൻ പാടില്ല. ഇവനെ കൊന്നത് നമ്മളാണെന്ന ന്യൂസ് ഈ നാട്ടിലുള്ള എല്ലാവരും അറിയണം. ഇവനെ എല്ലാരും കാണുന്ന പോലെ എടുത്ത് കൊണ്ടിട്ടേക്ക്. സങ്കടപ്പെടല്ലേ? കൺട്രോൾ യുവർസെൽഫ്. പറയുന്ന കേക്ക്. അദ്ദേഹം എപ്പോഴും നമ്മുടെ നല്ലത് മാത്രമേ കരുതിയിട്ടുള്ളൂ. അദ്ദേഹത്തിനെ ഇങ്ങനെ ചെയ്തവന്മാരെ നമ്മൾ ഒരിക്കലും വെറുതെ വിടാൻ പാടില്ല. പക്ഷേ അങ്കിൾ, നീ ഒന്ന് കരയാതിരിക്കേ. അവന്റെ സർവനാശത്തിനുള്ള വഴി ഇപ്പൊ തെളിഞ്ഞിരിക്കുകയാണ്. ചേട്ടാ, അയാൾ മാക്തുമിഷാന്റെ വീട്ടിലാണ് ഗുണ്ടകളുടെ സംരക്ഷണത്തോടൊപ്പം സേഫ് ആയിട്ടിരിക്കുന്നത്. അവന്റെ വീട്ടിൽ പോയി അവനെ തീർക്കണം. കൺഫേം ആണോ? സിരാജ് ഏട്ടന് അദ്ദേഹത്തിന്റെ മൊബൈലിൽ നിന്ന് എനിക്ക് മെസ്സേജ് അയച്ചത്. ആളുടെ ഇൻഫർമേഷൻ എപ്പോഴും കൃത്യമായിരിക്കും. എന്ത് വേണമെങ്കിലും ചെയ്തിട്ട് രക്ഷപ്പെടാന്നല്ലേ അവരുടെ വിചാരം. ആ മക്തുമിസാനെ വെറുതെ വിടാൻ പാടില്ല, പ്രതികാരം ചെയ്യണം. പകരം വീട്ടാനുള്ള കൃത്യമായിട്ടുള്ള സമയം ഇതാണ്.
അങ്ങോട്ട് പോടാ. ഓട് ഓട്, പെട്ടെന്ന് ഓടറാ. ഛേ, മരണത്തെ കണ്ട് നീ പേടിക്കുകയാണോ? നീ ആരെയൊക്കെ കൊന്നോ അവരെല്ലാം ഇങ്ങനെയല്ലേ കഷ്ടപ്പെട്ട് മരിച്ചത്. ഇനി നീ ജീവനോടുണ്ടാകാൻ പാടില്ല.
പുഷ്പു 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 ഹേയ് പുഷ്പു ഹേയ് പുഷ്പു 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 കണ്ണുറക്ക് പുഷ്പു 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 ഹേയ് Ha